നമസ്കാരം, അഞ്ജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ബാച്ച് 2-ന്റെ റെക്കോർഡ് ക്ലാസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കുള്ള ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക, ആ ഒരു രീതിയിൽ തന്നെ മറുപടി പറയാൻ ശ്രമിക്കുക. പരമാവധി നിങ്ങൾ അറിയുന്ന, അതായത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ കവർ ചെയ്ത ടോപ്പിക്സിനെ കുറിച്ചായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അതിനിടയിൽ ആനുകാലികമായ കാര്യങ്ങളും ഇപ്പൊ ഞാൻ ചെയ്തിട്ട് നമ്മളുടെ പബ്ലിക് ആക്കിയ വീഡിയോസിലെ കണ്ടന്റും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അത് പരമാവധി മനസ്സിലാക്കി, എന്നാൽ വേഗത്തിലും ചുരുക്കിയും എന്നാൽ കണ്ടന്റ് കുറയാതെയും മറുപടി പറയാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വേഗത വേണം, കൃത്യത വേണം അല്ലേ. കണ്ടന്റിൽ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് വേണം, വലിച്ചു നീട്ടരുത്. വേഗത്തിൽ ചുരുക്കിയും എന്നാൽ അതിന്റെ അർത്ഥം ചോർന്നു പോകാതെയും പറയാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. പകുതി വരെ പറഞ്ഞിട്ട് ടീച്ചറെ അറിയില്ല എന്നുള്ള ഒരു വാക്ക് വരരുത്. അതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ആൻസർ പറഞ്ഞ് നിർത്താൻ ശ്രമിക്കുക. അറിയില്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എന്ന് ആദ്യമേ പറയുക. എന്തെങ്കിലും പറഞ്ഞ് പകുതി വെച്ച് അറിയില്ല എന്ന് പറയരുത്. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് സരിത ടീച്ചർ ഒന്ന് വീഡിയോ ഓൺ ചെയ്തോ. ഓക്കെ. ടീച്ചർ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞ ടീച്ചറാണല്ലേ? ടീച്ചറെ 7ാം ക്ലാസ്സിന്റെ പാഠപുസ്തകമൊക്കെ നോക്കിയിരുന്നോ? ഇംഗ്ലീഷ് ആണോ? എന്നാ ശരി. അപ്പൊ ഇംഗ്ലീഷിന്റെ പാഠപുസ്തകങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചെങ്കിലും കണ്ടന്റുകൾ ഏതൊക്കെയെന്നൊന്ന് നോക്കി വെക്കുക കേട്ടോ. എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോ റെക്കോർഡഡ് സെക്ഷൻ ഓണാക്കാൻ മറന്നപ്പോ രഞ്ജിൻ ടീച്ചറിനോടാണ് സംസാരിച്ചത് അല്ലേ. അപ്പൊ ടീച്ചർ പറഞ്ഞ ആ ചോദ്യത്തിന്റെ ബാലൻസ് ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വന്ന സമയങ്ങളിൽ, അതായത് സന്നദ്ധ പ്രവർത്തനങ്ങൾ 2 ആഴ്ച കാലത്തേക്ക് 3-ാം തീയതി മുതൽ എത്രാം തീയതി വരെയാണ്? ജൂൺ 3 മുതൽ 13 വരെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ കൂടെയുണ്ട് കരുത്തേകാം എന്ന പദ്ധതിയുമായിട്ടാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അതനുസരിച്ച് ഓരോ ദിവസവും കുട്ടിക്ക് ഓരോ ടോപ്പിക്കിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുകയാണ്. ആദ്യമായി തന്നെ നമ്മൾ ലഹരി വിരുദ്ധം, മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലഹരിയെ പറ്റി കുട്ടികൾക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുക. ഇതിനകത്ത് രഞ്ജിൻ ടീച്ചർ സംസാരിച്ചപ്പോൾ ലഹരി വിരുദ്ധത്തെ കുറിച്ചും ട്രാഫിക്കിന്റെ അവയർനെസ് ഞാൻ പറഞ്ഞു. ഇത് രണ്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ട്രാഫിക് അല്ലല്ലോ, എന്തായിരുന്നു പറഞ്ഞ? ലഹരി വിരുദ്ധവും വ്യക്തി ശുചിത്വവും. ഇത് കൂടാതെ പിന്നെ എന്തൊക്കെയാണുള്ളത്? ട്രാഫിക് നിയമങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതുകൂടാതെ പരിസ്ഥിതി സംരക്ഷണം, കൂടാതെ മൂല്യബോധങ്ങളെ പറ്റി പറയുന്നുണ്ട്. കൂടാതെ എന്തൊക്കെ നമ്മുടെ സുസ്ഥിര വികസനം എന്ന ഒരു ഐഡിയ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതായത് നാളേക്കും കൂടെ കൂട്ടി കുട്ടി നമ്മുടെ അറിവ് ഉപയോഗിക്കുക. അതായത് പുതിയ സാഹചര്യത്തില് എങ്ങനെ കുട്ടി പെരുമാറണം എന്നോടുകൂടിയുള്ള ഒരു അവയർനെസ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ പറഞ്ഞു വേറെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞോ. ഓക്കെ, ശരി. റിയ ടീച്ചറെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ. വീഡിയോ ഓൺ ചെയ്യണേ. റിയ. പിന്നീട് ചേർക്കുന്നത് ഡിജിറ്റൽ അച്ചടക്കം. അതെ, സാമ്പത്തിക അച്ചടക്കം. ആ രണ്ട്. പിന്നെ ആരോഗ്യ, കലാ, ക്ഷേമ, കായിക പദ്ധതികൾ. ഇതിനും കൂടി ഓരോ ദിവസം അനുവദിച്ചിട്ടുള്ളതാണ്. അതായത് ആരോഗ്യശീലങ്ങൾക്ക്, പിന്നെ ഡിജിറ്റൽ അച്ചടക്കത്തിന്, പിന്നെ എന്താണ് പറഞ്ഞത്? പൊതുമുതൽ സംരക്ഷണം കേട്ടിരുന്നോ? അതെ, പൊതുമുതൽ സംരക്ഷണം ഉണ്ട്. പിന്നെയോ ഒന്നും കൂടി പരസ്പര സഹകരണം. കേട്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. റേ ടീച്ചർ ക്ലാസ് കേട്ടിരുന്നോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി. നല്ല ഒരു സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും റിയ ടീച്ചർ സ്കൂളിൽ ചെയ്യുക? സ്കൂളിന് പൊതുവായി, ക്ലാസ് റൂം അല്ല, സ്കൂളിന് നല്ലൊരു സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും?
നല്ലൊരു സ്കൂൾ അന്തരീക്ഷം നമ്മൾ കൊണ്ടുവരാൻ ആദ്യമേ തന്നെ കുട്ടികളുടെ നിശബ്ദത അല്ലെങ്കിൽ സൈലൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കും. പിന്നീടാണ് നമ്മൾ സ്കൂളുമായി ബന്ധപ്പെട്ട ജൈവ വൈവിധ്യ ഉദ്യാനങ്ങള്, അതുപോലെ തന്നെ പാഠപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾ, പിന്നീട് എനിക്ക് തോന്നുന്നു പ്രവർത്തനങ്ങളിൽ നമ്മൾ ലാബുകള്, അതുപോലെ തന്നെ സ്കൂൾ ഓരോ ദിനങ്ങൾ നമുക്ക് ഭംഗിയായി ആചരിക്കാം, ക്ലബുകളുടെ പ്രവർത്തനങ്ങള്, ഇതൊക്കെ നമുക്ക് ഒരു നല്ല സ്കൂൾ എന്നുള്ള രീതിയിൽ കുട്ടികളെ എല്ലാ പ്രവർത്തനത്തിലും ഏകോപിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കിക്കൊണ്ട് നടത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറിന്റെ ആദ്യ പോയിന്റ് എന്തായിരുന്നു? നിശബ്ദത. കുട്ടികളെ സൈലന്റ് ആക്കാനാണോ സ്കൂളുകൾ നിശബ്ദരാക്കാൻ? കുട്ടികളുടെ ശബ്ദങ്ങൾ ഉയരണ്ടേ? അവരുടെ കുട്ടിത്വം വേണം, അവരുടെ ശബ്ദം ഉയരണം, അല്ലെ ഉയരേണ്ടിടത്ത് ഉയർത്തേണ്ടതാണ് ശബ്ദങ്ങൾ. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ്? അനാവശ്യമായിട്ട് ഉപയോഗിക്കാതെ ക്ലാസ് റൂമുകളിൽ നമുക്ക് ആ ശബ്ദത്തെ അച്ചടക്കം പഠിപ്പിക്കാൻ, അല്ലെ അച്ചടക്കത്തോടെ ഇരിക്കാൻ. ഒരിക്കലും അച്ചടക്കം നമുക്ക് പഠിപ്പിക്കാനാകില്ല. കുട്ടി സ്വയം തിരിച്ചറിഞ്ഞ് ആ പരുവപ്പെടലിന് വിധേയനാകുകയാണ് വേണ്ടത്. അച്ചടക്കമൊക്കെ എങ്ങനെയെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിസ്കഷൻ ടോപ്പിക്സ് നിങ്ങളിത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്തതാണ് നേരത്തെ. അപ്പൊ അച്ചടക്കം ഒരിക്കലും അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. അപ്പൊ നിശബ്ദത നമ്മൾ ബോധപൂർവം കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. കുട്ടികൾ സ്വതന്ത്രമായി അവരുടെ രീതിയിൽ വിഹരിക്കാനുള്ള ഇടം തന്നെയാണ് വിദ്യാലയങ്ങൾ. അതിൽ ചില പരുവപ്പെടുത്തലുകളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇതൊന്നുമല്ല, നല്ലൊരു സ്കൂൾ അന്തരീക്ഷത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നല്ല സ്കൂൾ അന്തരീക്ഷത്തില് പ്രധാനപ്പെട്ടതെന്ന് ശ്രുതി ടീച്ചറിന് എന്താ തോന്നുന്നത്? അത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 പേരോടുകൂടെ ചോദിച്ചിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. റേ ടീച്ചറെ മനസ്സിലാവും. അപ്പൊ നമ്മള് കുറച്ചുകൂടി ബെറ്റർ ആക്കാം. ശ്രുതി ടീച്ചർ പറഞ്ഞോ. സാഹചര്യങ്ങളെല്ലാം നല്ലതായിരിക്കണം. കുട്ടികൾക്ക് ഇരിക്കാനായിട്ടുള്ള ബെഞ്ചും ഡെസ്കും അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവണം. അതുപോലെ ക്ലാസ്സിലെ ബെഞ്ചിന്റെ ഡെസ്കിന്റെ ഒക്കെ പറഞ്ഞേ കേൾക്കുന്നുണ്ടേ. എല്ലാ കുട്ടികൾക്കും അധ്യാപകർ എഴുതുന്ന ബോർഡിൽ എഴുതുന്നതൊക്കെ കാണാവുന്ന രീതിയിലായിരിക്കണം ബെഞ്ചിന്റെ ഡെസ്കിന്റെ ഒക്കെ ക്രമീകരണം. പിന്നെ കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ ചാർട്ടുകളും പഠനത്തിന് താല്പര്യം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സ്കൂൾ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടാവണം. പിന്നെ ക്ലാസ്സിന്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പഠനത്തിന് ഉപരിയായിട്ട് മറ്റ് പഠനേതര പ്രവർത്തനങ്ങൾ, അതായത് സ്കൗട്ട് ഗൈഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം സ്കൂളിൽ. പിന്നെ നല്ലൊരു അച്ചടക്കം, അതായത് കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ലാതെ നല്ലൊരു അച്ചടക്കം വരാനായിട്ട് ഇത്തരത്തില് NSS, NCC പോലുള്ള ക്ലബുകളും പിന്നെ പല ഭാഷാ ക്ലബുകളും ഇതെല്ലാം അവർക്ക് ഉപയോഗപ്രദമായിരിക്കും. ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ക്ലാസ് അല്ല ഉദ്ദേശിച്ചത്, സ്കൂളാണ് എന്ന് പറഞ്ഞു. നല്ലൊരു സ്കൂൾ അന്തരീക്ഷം. ശ്രദ്ധിച്ചായിരുന്നോ? ഉത്തരം പറഞ്ഞപ്പോ എങ്ങോട്ട് പോയി? വീണ്ടും ക്ലാസ് റൂമിലേക്ക് പോയി. ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങളൊക്കെ ക്ലാസ് റൂം പറയുമെന്ന് ആദ്യമേ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതല്ലാതെ സ്കൂൾ അന്തരീക്ഷം നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ടീച്ചർ എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ റിയ ടീച്ചർ എന്തൊക്കെ ചെയ്യും എന്നാണ് പറയേണ്ടത്. ഓക്കെ, അവിടെയും ഒത്തില്ല. അങ്ങനെയാണെ വിദ്യ ടീച്ചർ ഒന്ന് പറഞ്ഞോ. വേഗത്തിൽ വേണേ വിദ്യ. സ്കൂൾ അന്തരീക്ഷം ആദ്യം നമ്മൾ സ്കൂളാണോ? സ്കൂൾ അന്തരീക്ഷം എന്താ പറയുക, നല്ല രീതിയിലാവണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ക്ലാസ് റൂമിൽ നിന്ന് തുടങ്ങണം. ഓരോ ക്ലാസ്സുകൾ നന്നായാൽ മാത്രമല്ലേ സ്കൂള് മൊത്തമായി നന്നാവുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ടീച്ചറും കുട്ടികളും തമ്മിലുള്ളൊരു ആത്മബന്ധം ഉണ്ടാവണം. അവർക്ക് എന്താണ് അവരുടെ പോരായ്മകൾ, അവർക്ക് എന്താണ് അവരുടെ കുറവ്, അവരോട് തന്നെ ചോദിച്ചറിഞ്ഞ് നമ്മള് അവരിലൂടെ തന്നെ സഞ്ചരിച്ചിട്ട് അത് കണ്ടുപിടിക്കാവുമ്പോൾ എല്ലാ കാര്യത്തിലും കുട്ടികളുടെ പിന്തുണ നമുക്ക് ഒപ്പം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്കൂൾ അന്തരീക്ഷം വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അല്ലാതെ കായിക പ്രവർത്തനമായാലും ഉദ്യാനങ്ങൾ ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്കായാലും കുട്ടികളെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കാണണം. അത് ഓരോ സ്കൂളുകളും
കുട്ടികൾ എങ്ങനെയാണ് അവരുടെ താല്പര്യങ്ങൾ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എന്താ പറയാ എന്ത് കാര്യങ്ങളാണെങ്കിലും ആസൂത്രണം ചെയ്ത് കൊണ്ടുവരേണ്ടത്. അത് അച്ചടക്കത്തിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരിക്കലും അവർക്ക് ബോധ്യാവില്ല. അപ്പൊ നമ്മള് അവര് കുറച്ചു നേരം നമ്മളില്ലാത്ത സമയമാണെങ്കിൽ ടീച്ചർ ഇല്ലാത്ത സമയമാണെങ്കിൽ കുട്ടികൾ എങ്ങനെ അവർ പെരുമാറുന്നത് നമ്മളിപ്പോ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡൊക്കെ ചെയ്ത് അവരെ തന്നെ കേൾപ്പിക്കാം എത്രത്തോളം മറ്റൊരു ക്ലാസ്സിന് ശല്യമാകുന്നുണ്ട് എന്ന്. അങ്ങനെ ആകുമ്പോൾ അവർ സ്വയം തിരിച്ചറിയും. അത് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് അവര് തന്നെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് അത് ശരിയായിട്ടുള്ള എഫക്റ്റീവ് ആവുള്ളൂ. അതിപ്പോ നമുക്കും നമ്മൾ പഠിച്ചിരുന്ന കാലത്തും അറിയാലോ, നമുക്കൊരു മിനിറ്റ് കിട്ടുമ്പോൾ സംസാരിക്കണം അങ്ങനെ ഒരു ആഗ്രഹമായിരിക്കും. പക്ഷെ അത് മറ്റു ആൾക്കാരെ എത്ര ബുദ്ധിമുട്ടിണ്ടെന്ന് നമുക്കറിയില്ല. ടീച്ചേഴ്സ് വന്ന് ചീത്ത പറയുമ്പോൾ നമുക്ക് ഇഷ്ടക്കേടാണ്. പക്ഷെ അത് അവർ സ്വയം ബോധ്യപ്പെടുമ്പോ അവർ തന്നെ അവരെ നിയന്ത്രിക്കാൻ പഠിക്കും. അങ്ങനെ ആവുമ്പോ ഒരു ക്ലാസ്സുകാരങ്ങനെ സ്വയം പഠിച്ച് തിരിച്ചറിയുമ്പോൾ അത് അവരിലൂടെ തന്നെ മറ്റു കുട്ടികൾക്കും മറ്റു ക്ലാസ്സുകൾക്കും പ്രചോദനമാവും. അങ്ങനെ ആവുമ്പോ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം സ്കൂളിൽ സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ ഓരോ പ്രവർത്തനം അത് ഒരു ക്ലാസ് റൂമിൽ നിന്ന് നമ്മളിപ്പോ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു വെർട്ടിക്കൽ ഫാമിംഗ് പോലെയൊക്കെ കുട്ടികൾക്ക് വേസ്റ്റ് ബോട്ടിലോണ്ട് അത് ഡിസൈൻ ചെയ്തിട്ടൊക്കെ ചെടികളൊക്കെ വളർത്താനൊക്കെ നമുക്ക് ശീലിപ്പിക്കാം. അപ്പൊ ഒരു ക്ലാസ്സിൽ അങ്ങനെ കാണിക്കുമ്പോൾ മറ്റു ടീച്ചർമാർക്കും മറ്റു കുട്ടികൾക്കൊക്കെ അത് പ്രചോദനമാകും. അപ്പൊ അത് സ്കൂളിൽ നിന്ന് മാത്രമല്ല അത് അവരുടെ വീട്ടിലേക്ക് വരെ വ്യാപിക്കാനുള്ള കാരണമാകും. അങ്ങനെ ഒരു കാര്യം ഏതെങ്കിലും ഒരു ചെറിയ പ്രവർത്തനത്തിൽ തുടങ്ങിയാലും അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന രീതിയിലുള്ള സമൂഹത്തിനും കൂടെ പ്രചോദനമാവുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കുന്നതാണ് എൻ്റെ ഒരു എല്ലാം വന്നോ? ചോദ്യത്തിന്റെ ഉള്ളിൽ തന്നെ നിന്ന് ഉത്തരം പറഞ്ഞോ? ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും പോയോ? കുറച്ചൊക്കെ പറഞ്ഞു. എന്ത് പറ്റി? കൊറേ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഗ്യാസ് കയറ്റി എന്ന് പറയത്തില്ലേ, നീട്ടി വലിച്ചു കൊണ്ടുപോയില്ലേ? ഇടയ്ക്കൊക്കെ ഒരുപാട് ഒരേ പോയിന്റിന് വേണ്ടി തന്നെ ഒരുപാട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു പോയി. നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നത് ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളാണ്. അവർക്ക് സമയം തീരെ ഇല്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഏറ്റവും നല്ല പോയിന്റ്സിനെ ആദ്യം പ്രസന്റ് ചെയ്യാൻ പറ്റുകയും അതിനെ ചിട്ടയോടുകൂടി പ്രസന്റ് ചെയ്യാൻ പറ്റുകയും വേണം. അത് പോകെ പറ്റും. നല്ല വോയിസുകൾ ഇടുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ റിമാർക്സ് ഒക്കെ ശ്രദ്ധിച്ച് വേണം ഇനി ഓരോ വോയിസും ഇടാനായിട്ട് കേട്ടോ. അതിനെ ചുരുക്കിക്കൊണ്ട് പറയാൻ പറ്റണം. ഇനി ഈ ചോദ്യം, നല്ലൊരു സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വിദ്യ ടീച്ചർ അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി എന്തൊക്കെ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വരാം. അതിനേക്കാൾ ഉപരി അല്ലാതെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചേർത്ത് നമുക്ക് പറയാം. ഒരു നല്ല സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ ആ സ്കൂൾ അന്തരീക്ഷം സുരക്ഷിതമാണ് എന്ന് കുട്ടിക്കും രക്ഷിതാവിനും ബോധ്യപ്പെടണം. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാത്രമാണ് കുട്ടികൾ സന്തോഷത്തോടു കൂടി എത്തിച്ചേരുക. സ്കൂള് സുരക്ഷിതമാണ്, കുട്ടികൾക്ക് സന്തോഷപൂർണമാണ് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ സ്കൂളിലും നടക്കേണ്ടത്. അത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്ന സ്കൂളുകളിലേക്ക് കുട്ടികൾ കൃത്യമായി എത്തുകയും സന്തോഷത്തോടു കൂടി എത്തുകയും ചെയ്യും. കുട്ടികളെ പിടിച്ചിരുത്തത്തക്ക രീതിയിലുള്ള ഭൗതിക അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് സ്കൂൾ അധികൃതരുടെ പ്രധാന ചുമതല തന്നെയാണ്. അപ്പൊ അതിന് നിലവിലെ നമ്മൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രകാരം ഒട്ടുമിക്ക സ്കൂളുകളും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി. ഇപ്പൊ 2 ദിവസം മുമ്പ് മാതൃഭൂമി പത്രത്തിലെ മുരുക്കുമൺ സ്കൂളിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കട്ടിങ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു. കൊല്ലം ജില്ലയിലെ മുരുക്കുമൺ എന്ന് പറയുന്ന സ്കൂളിന്റെ ഭൗതിക സാഹചര്യം. ആ സ്കൂൾ അന്തരീക്ഷം കണ്ടാൽ തന്നെ കുട്ടികൾ അങ്ങോട്ടേക്ക് ചെല്ലും. അപ്പൊ നിങ്ങൾ പറയുമ്പോഴും ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന സ്കൂളുകളുടെ സവിശേഷതകൾ കൂടി അവിടെ പറയാം. ആ സ്കൂളിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാൻ വേണ്ടി പറയാണ്. ഒരു ഹോട്ടലിൽ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്നത് പോലെയുള്ള സംവിധാനങ്ങൾ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് കയറി ചെല്ലുമ്പോൾ റിസപ്ഷന്റെ വലിയൊരു ക്യാബിനും ഒക്കെ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്. നമ്മുടെ ഷോപ്പിംഗ് മാളുകൾ പോലെയുള്ള കോംപ്ലക്സ് ആണ്. കുട്ടികൾക്ക് ലിഫ്റ്റ് സംവിധാനമുണ്ട്. വിശാലമായ ക്ലാസ് റൂമുകളുണ്ട്. ജനാലകളൊക്കെ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട നല്ല ജനാലകളും കറക്റ്റ് ഒരു ഷോപ്പിംഗ് മോള് പോലെയുള്ള സ്കൂളാണ് കേട്ടോ. അപ്പൊ അതാണ് മുരുക്കുമൺ സ്കൂള്, കൊല്ലം ജില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ വീണ്ടും നമ്മളുടെ ഉത്തരത്തിലേക്ക് വരാം. നല്ല സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഒന്ന്, കുട്ടികൾ അവിടെ സുരക്ഷിതരാണ് എന്ന ബോധ്യം കുട്ടിക്കും രക്ഷിതാവിനും വരത്തക്ക രീതിയിലുള്ള സ്കൂൾ അന്തരീക്ഷമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അവിടെ കുട്ടികൾക്ക് അവരുടെ അഭിപ്രായ പ്രകടനത്തിനുമൊക്കെ ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും പ്രവർത്തനങ്ങളിൽ സ്വാതന്ത്ര്യത്തോടെ ഇടപഴകാനുമുള്ള ജനാധിപത്യപരമായ അന്തരീക്ഷം ഉള്ളതായിരിക്കണം സ്കൂളുകൾ. നമ്മൾ പഠിച്ച ജനാധിപത്യ മൂല്യങ്ങൾ അവിടെ വന്നു.
ഇനി സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികളും ഒരു ഭാഗമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഏതൊരു പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള അവരുടെ അഭിപ്രായങ്ങൾ ആരായണം. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിക്കുന്ന ഒരു സ്കൂളിലേക്ക് കുട്ടികള് സന്തോഷത്തോടുകൂടി എത്തിച്ചേരും എന്നതിൽ സംശയമില്ല. പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള അവസരങ്ങൾ ആ സ്കൂളിൽ ഉണ്ടായിരിക്കണം. സ്കൂളും സമൂഹവും തമ്മിലുള്ള ബന്ധവും ദൃഢമായിരിക്കണം. രക്ഷിതാക്കൾ ആ സ്കൂളിലേക്ക് വിവിധ കാര്യങ്ങൾക്കായി എത്തിച്ചേരാനും തിരിച്ച് രക്ഷിതാക്കളുടെ ആവശ്യങ്ങളിലേക്ക് സ്കൂൾ അധികൃതർക്ക് ഇടപഴകാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ള അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. സ്കൂളിന് എങ്ങനെയാണ് സമൂഹത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരിക? അതിനാണ് PTA ഒക്കെ ഉള്ളത് കേട്ടോ. PTA അതുപോലെ നമ്മൾ വാർഷികാഘോഷങ്ങളൊക്കെ നടത്തുന്നതൊക്കെ സമൂഹത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരാനാണ്. ശില്പശാലകൾ അതൊക്കെ നമുക്ക് പറയാം. സമൂഹത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നല്ല ഒരു സ്കൂളിൽ നടത്തേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് സ്കൂളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം എത്രയെന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താനാകൂ. ഇത്തരത്തിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയാലാണ് ഒരു പൊതുവിദ്യാലയം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പൊ ഇതെല്ലാം നമുക്ക് പറയണം, നമ്മുടെ ഓർമ്മയിൽ എല്ലാം ഉണ്ടാകണം കേട്ടോ. അപ്പം എന്തൊക്കെ വേണം? സുരക്ഷിതത്വം വേണം, ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങൾ പാലിക്കണം അല്ലെ, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം, അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം, പിന്നെ ആകർഷകമായ അന്തരീക്ഷമായിരിക്കണം. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ അതങ്ങ് വലിച്ചു നീട്ടി പോവുമല്ലേ വിദ്യ ടീച്ചറെ? ടീച്ചറും പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, ഒട്ടുമിക്ക കാര്യങ്ങളും ടീച്ചറും കുറെയൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ രണ്ടുപേരും പറഞ്ഞതിൽ വ്യത്യാസം മനസ്സിലായോ? ടീച്ചർ അത് നല്ല ഭാഷയിൽ അത് വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് ടീച്ചർ പറഞ്ഞത്. ഞാന് എന്താ പറയാ, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു, കുട്ടിക്ക് മനസ്സിലാകുന്നത് പോലെ, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നത് പോലെ വിശദമായി ടീച്ചർ പറഞ്ഞു, ആധികാരികമായി പറഞ്ഞു. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ് എന്ന ബോധ്യത്തിൽ ഇനി സംസാരിച്ച് പഠിക്കുക. നമ്മൾ പറയുന്നത് ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളോടാണ്, അവര് കുട്ടികളല്ല. ഇതിൽ പലർക്കും ഉണ്ടായിരുന്ന ഒരു ശീലമുണ്ട്, നമ്മളുടെ പ്രത്യേകിച്ച് ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾക്ക്. ഇതിൽ സെക്കൻഡ് ബാച്ചുകാരാണ് എങ്കിലും മിക്സഡ് ആണ്. അപ്പൊ ഫസ്റ്റ് ബാച്ചിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ബാച്ച് അല്ല, ആദ്യം മുതലുള്ള കുട്ടികൾക്കുള്ള ഒരു ശീലം, അവരോട് ചോദ്യം ചോദിക്കുന്ന പോലെ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ എന്താണ്, ഇതെന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ചോദ്യം ചോദിക്കുന്ന ഒരു ടോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അതല്ലെങ്കിൽ വിശദമാക്കാറുണ്ടായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് പറയാം. അത് എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ ആ ടേമുകൾ മാത്രം യൂസ് ചെയ്താൽ മതി. അവിടെ എന്താണ് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതേക്കുറിച്ച് വിശദമാക്കുക. നിങ്ങൾക്കറിയാമോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ വിശദമാക്കാം. അല്ലെങ്കിൽ അവര് ചോദിക്കും, ആ രീതിയിൽ വേണം ഉത്തരം. കോൺഷ്യസ് ആയിട്ട് നമ്മൾ അത് ശ്രദ്ധയോടെ വേണം ഓരോ മറുപടിയും പറയാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ആരോടാണ് ചോദിക്കാനുള്ളത്? രമ്യ ടീച്ചർ ഓൺ ചെയ്തില്ലല്ലോ. രമ്യ ടീച്ചറെ, ഓക്കെ, വോയിസ് ഓക്കെ ആണോ? ടീച്ചർ പഠന പ്രവർത്തനം പിന്നെ കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്ത് നടത്തുകയാണെങ്കിൽ ആ സ്കൂളിലെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവില്ലേ? പഠന പ്രവർത്തനം നടത്തൂലേ? പഠനോത്സവമാണോ ഉദ്ദേശിച്ചേ? നിഷാദ് ടീച്ചറെ എന്താണ്? മികവുത്സവങ്ങൾ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്, പിന്നെ അത് പഠനോത്സവങ്ങളായി കേട്ടോ. പിന്നീട് മികവുത്സവങ്ങൾ എന്നുള്ള ടേം അങ്ങ് മാറിയായിരുന്നു. ഇനി അങ്ങനെ ചോദിച്ചാലേ നിങ്ങൾ പറയണം എന്താണെന്ന്. അപ്പൊ രമ്യ ടീച്ചറെ, പഠനോത്സവങ്ങളാണ്. അതാണ് ഈ സമൂഹത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരിക. സ്കൂളിനെ സമൂഹത്തിലേക്ക് ഇറക്കുമ്പോൾ പഠനോത്സവങ്ങളെ പുറത്ത് നടത്താം. ഇപ്പൊ കൂടുതലും ഞാൻ അന്വേഷിച്ചപ്പോ, കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ അന്വേഷിച്ചപ്പോ ഇപ്പൊ പഠനോത്സവങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അങ്ങ് നടത്തുന്നില്ല. അത് വാർഷികത്തോടൊപ്പം അങ്ങനെ നടത്തരുതെന്നാണ് ആദ്യമൊക്കെ കിട്ടിയ നിർദ്ദേശം. പക്ഷെ ഇപ്പം എല്ലാ സ്കൂളുകളും അവരുടെ തന്നെ സ്ഥലത്ത്, പ്രത്യേകിച്ച് ചൂടൊക്കെ ആയതുകൊണ്ടൊക്കെ സുരക്ഷിതമായ ഇടങ്ങളിൽ, പൊതു ഇടങ്ങളിൽ പോകാതെയൊക്കെ അങ്ങ് നടത്തുകയാണ് കേട്ടോ. അതേക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല അന്വേഷിച്ചപ്പോൾ. ടീച്ചർ പറഞ്ഞ ആശയം നല്ലതാണ്, അത് ചെയ്യേണ്ടതാണ്. ഇനി ഞാൻ ടീച്ചറിനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഇനി നമ്മൾ സ്കൂൾ അന്തരീക്ഷത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു ക്ലാസ് റൂം അന്തരീക്ഷം, ടീച്ചറിന്റെ ക്ലാസ്, ടീച്ചർ പിന്നെ ഏത് സബ്ജക്റ്റ് ആണ്? എക്കണോമിക്സ് ആണ്. ഓക്കെ, അതിപ്പോ ചോദിക്കുന്നില്ല. ടീച്ചറിന്റെ ക്ലാസ് റൂം ടീച്ചർ എങ്ങനെയായിരിക്കും സജ്ജീകരിക്കുക? എന്തൊക്കെ പ്രവർത്തനങ്ങൾ
ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണ് ടീച്ചർ അവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഒരു ക്ലാസ്സിൽ ഞാൻ ആദ്യം ചെയ്യുക എല്ലാ കുട്ടികളെയും ഒരേപോലെ തുല്യതയോടെ ഞാൻ കാണും. അങ്ങനെയാകുമ്പോൾ എല്ലാ കുട്ടികളും പ്രവർത്തനങ്ങൾ ചെയ്യാൻ മുന്നിലേക്ക് വരും. എല്ലാരെയും ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന കൺസെപ്റ്റ് കുട്ടികൾക്കുണ്ടാവും. പിന്നെ അവർക്ക് പഠന പ്രവർത്തനത്തിന് ഞാൻ അവർക്ക് എന്ത് ചെയ്യാം, കുറെ മോട്ടിവേഷൻ കൊടുക്കും. എന്ന് വെച്ചാൽ പഠന പ്രവർത്തനത്തോടൊപ്പം ഞാൻ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ പഠന പ്രവർത്തനത്തിന് ഞാൻ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കും എന്ന് വെച്ചാല് പഠന പ്രവർത്തനത്തിന് ഞാൻ അവർക്ക് പാഠ്യേതര പ്രവർത്തനങ്ങളും കൊടുക്കും. ഇത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അങ്ങനല്ല, പഠന പ്രവർത്തനങ്ങൾക്കും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ ക്ലാസ്സിലെ ബാക്കോട്ടായ കുട്ടികളുണ്ടാവില്ലേ, ബാക്കോട്ടായ കുട്ടികൾക്ക് കുറച്ചുകൂടി സമയമെടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അവർക്ക് എന്താണ് അവർക്ക് പഠനത്തിൽ ബാക്കോട്ടായ കുട്ടികൾ, അതിന് വേറെ വാക്കെന്താ? പഠന പിന്നോക്കാവസ്ഥ. അറിയാം, ഉപയോഗിക്കില്ലെന്നേ ഉള്ളൂ. പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുകയും അവർക്ക് ഏത് സബ്ജക്ട് അല്ലെങ്കിൽ ഏതിലാണ് ബാക്കോട്ടായത് അതിൽ അവർക്ക് ഞാൻ കൂടുതൽ പിന്നിലോട്ടായത്, ബാക്കോട്ടൊക്കെ കളഞ്ഞ് ഏത് വിഷയത്തിലാണോ അവര് പിന്നിലായത് അല്ലെങ്കിൽ ഏത് വിഷയമാണോ ആ കുട്ടിക്ക് പ്രയാസമായത് അതിന് ഞാൻ അതിലേക്ക് ഞാൻ പറഞ്ഞു, ആ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു കൊടുക്കും. ഓക്കെ, സാരമില്ല. ഇടയ്ക്ക് വന്നും പോയി നിന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ വരാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഒരാഴ്ച ഇങ്ങനെ പനിയായിട്ട് ഇങ്ങനെ. സാരമില്ല, ക്ലാസ് ആ ടൈം ടേബിൾ പ്രകാരം കാണുന്നില്ലേ? ടീച്ചറൊക്കെ ഉള്ള ക്ലാസ്സുകളും ഇല്ലാത്തതും എല്ലാം ഉണ്ടാവും. അതിന് എഴുതാൻ പറ്റുന്നത്ര ഞാൻ എഴുതുന്നുണ്ട്, പക്ഷെ ഞാൻ ക്ലാസ് എഴുതി തീരുന്നില്ല. അതാ എനിക്ക് ഇടാനും പറ്റുന്നില്ല. വോയിസ് ഇടണം കേട്ടോ, കൃത്യമായിട്ട് വോയിസ് ഇടണം, അല്ലാതെ ഒരു ഗുണവും ഇല്ല. ഇപ്പൊ തന്നെ പറയുമ്പോ പല സെന്റൻസുകളും പൂർത്തിയാകുന്നില്ല. ടീച്ചറിന്റെ പോലെ പ്രശ്നം വിദ്യ ടീച്ചറിനും ഉണ്ടായിരുന്നു. വിദ്യ ടീച്ചർ ഈ പറഞ്ഞു പൂർത്തിയാക്കാതെ അടുത്തതിലേക്കൊക്കെ പോകുമായിരുന്നു. പക്ഷെ അതൊക്കെ ഒരുപാട്, ടീച്ചറൊക്കെ ഇപ്പൊ ഒരുപാട് മാറി. അതിനേക്കാൾ മുമ്പ് വന്നതാ രമ്യ ടീച്ചർ. ഇടയ്ക്ക് വീണ്ടും ഇറങ്ങി വീണ്ടും കയറിയതാണ്. ടീച്ചറിന്റെ അത് മാറാനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ട് അത്രയും ശ്രദ്ധ വേണം. ഡേറ്റ് വന്നോ ഇന്റർവ്യൂ? ഇല്ല. ഏത് ജില്ലയായിരുന്നു ടീച്ചറെ? കണ്ണൂര്. ഓക്കെ. അപ്പോ ടീച്ചറിന്റെ ക്ലാസ് റൂം അല്ലേ, നമുക്ക് ഇനി മറ്റുള്ളവരോടുകൂടി ചോദിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. നിഷാദ് ടീച്ചറെ ഓൺ ചെയ്തോ? നിഷാദ് ടീച്ചറെ ഓൺ ചെയ്തോ? പറഞ്ഞു. ക്ലാസ് റൂം ആണ് ടീച്ചറിന്റെ ക്ലാസ് റൂം. ടീച്ചർ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്? എന്റെ ക്ലാസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് കുട്ടികളിലെ ശുചിത്വബോധം ആദ്യം തന്നെ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം കൊടുത്ത് നല്ല രീതിയിൽ കുട്ടികൾ ക്ലാസ്സിലേക്ക് വരണം എന്നുള്ള ഒരു നിബന്ധന വെക്കും. പിന്നെ അതിനുശേഷം ക്ലാസ് കുട്ടികളെ ആകർഷകമാക്കാനുള്ള പ്രവർത്തനങ്ങൾ. ഈ നിബന്ധന വെക്കുന്നത് വ്യവഹാരവാദികളായ അധ്യാപകരാണ്. നമ്മൾ നിബന്ധന വെക്കത്തില്ല, നമ്മൾ ഓർഡർ ചെയ്യില്ല. നമ്മൾ ആരാണ്? മെന്ററാണ് അല്ലേ? നമ്മളെ കുട്ടി പരിശീലിക്കും. പിന്നെ അധ്യാപികയും കുട്ടികളും തമ്മിലുള്ള ഒരു ആത്മബന്ധം നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികൾക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട്. കുട്ടിയൊക്കെ അതിൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ടീച്ചറാണ്, അധ്യാപികയാണ് എന്നുള്ളൊരു ആ ഒരു തരത്തിലല്ലാതെ എന്റെ കൂടെയുള്ള ആളാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അതിന്റെ വാക്കെന്താ? മെന്റർ, നല്ലൊരു മെന്റർ ആണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു ശ്രമം ആദ്യം. അതിനുശേഷം പിന്നെ ക്ലാസ് റൂം ആകർഷകമാക്കാനുള്ള പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ, അത് പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും എല്ലാം തന്നെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്ലാസ് റൂമിൽ പ്രദർശിപ്പിക്കാനും അത് അത്തരത്തിലുള്ള രീതിയിൽ ക്ലാസ് റൂമിനെ ആകർഷകമാക്കാനുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ എന്താണ്, പഠന പിന്നാക്കാവസ്ഥയിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് നമ്മളിപ്പോൾ
ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തും. കാഴ്ചക്ക് പരിമിതിയുള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെ ഫ്രണ്ട് ബെഞ്ചിൽ അങ്ങനെയൊക്കെ ബോർഡ് അടുത്ത് പരിമിതികൾക്കനുസരിച്ച് കുട്ടികൾക്കുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യും. അതൊക്കെ ചെയ്യാനുള്ള ശ്രമം. അത്തരം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഈ ക്ലാസ് പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തില്ലേ? വരുത്തത്തില്ലേ? ആ വാക്കെന്താ പറയാൻ, അതൊക്കെ ഓർക്കണ്ടേ? എല്ലാം അറിയാം, പക്ഷെ ഏറ്റവും നമ്മൾ നന്നായി പറയേണ്ടത് അനുരൂപീകരണമൊക്കെ അവർക്ക് അറിയണം, അവരറിയണം, അത് അവർക്ക് അറിയാം എന്ന ധാരണയിൽ നമ്മൾ സംസാരിക്കണം. അപ്പൊ എങ്ങനെയാണ് ടീച്ചർ അനുരൂപീകരണം നടത്തുക എന്ന് അവരെ കൊണ്ട് നമ്മൾ ചോദിപ്പിക്കണം. അതിന് നമ്മൾ അതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ പറയുന്ന ടേമുകൾ അധികം വിശദീകരിക്കാതെ പോകുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. എങ്ങനെയും ഒരു 5 മിനിറ്റ് നീട്ടുക. 5 മിനിറ്റിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച ചോദ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ അനുരൂപീകരണം നടത്തുന്ന ക്ലാസ് റൂം ആയിരിക്കും എന്റേത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി അനുരൂപീകരണത്തിന് സാധ്യത ഒരുക്കുന്ന തരത്തിലായിരിക്കും എൻ്റെ ക്ലാസ് റൂം അന്തരീക്ഷം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അവരുടെ ഭിന്നശേഷി, പലതരം ഭിന്നശേഷിയുണ്ട് അല്ലെ, അതിനനുസരിച്ച് ക്ലാസ് റൂം അന്തരീക്ഷം ചിട്ടപ്പെടുത്തും. ക്ലാസ് റൂമിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ അതിനനുസരിച്ച്, ഇരിപ്പിടങ്ങൾ അതിനനുസരിച്ച് സജ്ജീകരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയണം. ഓക്കെ. പിന്നെ അധ്യാപികയും രക്ഷകർത്താക്കളും തമ്മിലുള്ള ആ ഒരു ബോണ്ട് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ ഓരോ കുട്ടികളുടെയും വീട്ടിലുള്ള സാമ്പത്തിക സാമൂഹിക എങ്ങനെയാണ് എന്നുള്ളത് ഓരോ കുട്ടിയെ പറ്റി വ്യക്തമായിട്ട് അറിയാൻ അതിലൂടെ സാധിക്കും. പിന്നെ ക്ലാസ് റൂം ഈ PT ഒക്കെ വിളിക്കുമ്പോഴേ നമ്മൾ ഈ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമല്ലോ, അതിനൊരു തെളിവുണ്ടല്ലോ, ആ തെളിവ് പ്രദർശിപ്പിക്കണ്ടേ? എന്താണ് ആ തെളിവുകള്? ആ തെളിവുകളുടെ ശേഖരത്തെ നമ്മൾ എന്താ പറയുന്നേ? ഞാനിങ്ങനെ ഇട്ട് തരണം. പോർട്ട്ഫോളിയോകളൊക്കെ പ്രദർശിപ്പിക്കാൻ, അതെല്ലാം സൂക്ഷിച്ചിട്ട് പോർട്ട്ഫോളിയോകളൊക്കെ അത്തരം സമയങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. പിന്നെ കുട്ടികൾ ചെയ്യുന്ന ക്ലാസ് മുറികളിൽ മാത്രമല്ല, ഇത് ക്ലാസ് മുറികളുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്കൂൾ ശുചിത്വം, ഹരിത വിദ്യാലയം എന്നുള്ള ഒരു കൺസെപ്റ്റ് കുട്ടികളിൽ ഉറപ്പാക്കുകയും ചെയ്യും. പദ്ധതികൾ പോലെയുള്ളത്, ജൈവ വിദ്യാലയങ്ങൾ, അവിടെയെല്ലാം നിരന്തര സന്ദർശകരാക്കി കുട്ടികളെ മാറ്റാനുള്ള താല്പര്യം കുട്ടികളിൽ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഇങ്ങനെ എപ്പോഴും പ്രവർത്തനങ്ങൾ നടത്തും അല്ലേ? അത്തരം ക്ലാസ് റൂമുകളെ എന്താ പറയുന്നേ? പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് റൂമുകൾ. അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ നടക്കുമ്പോൾ അത് പ്രക്രിയാബന്ധിത ക്ലാസ് റൂം ആണല്ലേ? പ്രവർത്തനാധിഷ്ഠിത പ്രക്രിയാബന്ധിത ക്ലാസ് റൂം ആയിരിക്കും എന്റേത്. ഓക്കെ. എന്ത് മനസ്സിലായി നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോ? ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് വ്യക്തമായിട്ട് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അതിനെ വ്യക്തമായിട്ട് ഒരു വേർഡിൽ ഒതുക്കി അങ്ങനെ പറയാൻ കഴിയില്ല. ആ വാക്കുകളാണ് നമുക്ക് പരിചിതമാവേണ്ടത്. എന്നാലും ഞാൻ എടുത്ത് ചോദിക്കുമ്പോൾ ആ വാക്കുകൾ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയാം, ഉള്ളിലുണ്ട്, അത് ഉപയോഗിച്ച് ശീലിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് അത് നമ്മൾ കോൺഷ്യസ് ആയി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ശ്രദ്ധാപൂർവം ഏതൊക്കെ വാക്കുകൾ എനിക്കിവിടെ പ്രയോഗിക്കാനാകും ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടത് എന്ന് വേണം ചിന്തിക്കാൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മൈൻഡ് അലേർട്ടായിരിക്കും. എൻ്റെ മനസ്സിലെ എന്തൊക്കെ വാക്കുകൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നായിരിക്കും ഞാൻ ചിന്തിക്കുക. അപ്പൊ അത്തരത്തിൽ ആ വാക്കുകൾ അവിടെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പിന്നീടുള്ള ചോദ്യം ഉറപ്പായും അതുമായി ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും എന്ന് ഓർത്ത് പ്രവർത്തിക്കുന്ന ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളാണെങ്കിൽ അത് ഉപയോഗിക്കില്ല. എന്നാൽ പോലും ഒരു വലിയ സാധ്യതയാണ്. എൻ്റെ ഒരു ഇന്റർവ്യൂ അനുഭവത്തില് എനിക്ക് ഒരുപാട് സമയം എടുത്ത് നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട് കഴിഞ്ഞ ലിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അത് 13 മാർക്കും കിട്ടിയ ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിനകത്ത് ഒരു ചോദ്യം പോലും, ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു ചോദ്യം പോലും വരാത്ത രീതിയിലായിരുന്നു സംഭാഷണം. അതിന്റെ കോൺഫിഡൻസിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആ സംഭാഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മള് ഇട്ടുകൊടുക്കലായിരുന്നു. അങ്ങോട്ട് ഇട്ടുകൊടുക്കും, എന്തെങ്കിലും ഇട്ടുകൊടുക്കും, അതില് അവര് പിടിച്ച് അവർക്കത് കൊള്ളാമെന്ന് തോന്നി അതേക്കുറിച്ച് സംസാരിക്കുക,
അത്തരത്തില് നമ്മുടെ ബയോഡേറ്റയിലും അത്തരം ഹുക്കുകൾ ഉണ്ടാവണം. എന്തിലേലും കൊളുത്താൻ പറ്റുന്ന തരത്തില് ഹുക്കുകൾ ഉൾപ്പെടുത്തി വേണം നമ്മൾ ബയോഡേറ്റയും തയ്യാറാക്കാൻ. ഓക്കെ നിഷാദ് ടീച്ചറെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സുസ്മിത ടീച്ചറെ, ഇന്റർവ്യൂ ഡേറ്റ് ഒക്കെ വന്നു. അപ്പം ടീച്ചർ ഒന്ന് ഓൺ ചെയ്ത് ഇതൊന്ന് പറഞ്ഞോ. ക്ലാസ് റൂം തന്നെ പറഞ്ഞു. ഇത് എന്തായാലും ഈ ചോദ്യമൊക്കെ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചതാ. ക്ലാസ് റൂം അന്തരീക്ഷം മെച്ചപ്പെടുത്താനായിട്ട് ആദ്യം ക്ലാസ് റൂമിന്റെ ഭൗതിക സൗകര്യങ്ങൾ നമ്മൾ ആദ്യം പരിഗണിക്കണം. കാറ്റും വെളിച്ചവും കിടക്കുന്ന മുറിയാണോ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. കുട്ടികൾക്ക് നല്ല വായുസഞ്ചാരമുള്ള മുറിയിൽ വേണം അവിടെ ഇരിക്കാൻ കഴിയും. പിന്നെ പഠന പ്രവർത്തനങ്ങളാകുമ്പോൾ വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. പല രീതിയിലും പല താല്പര്യങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരെയും പരിഗണിക്കുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ പഠന പിന്നോക്കക്കാരായ കുട്ടികൾ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാരെ അവരെ അങ്ങനെയുള്ള ക്ലാസ് റൂമാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവരെയും കൂടി പരിഗണിക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതി ഉപയോഗിച്ച് അവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള പഠനം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പഠന പിന്നോക്കക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് പഠനത്തെ കൊണ്ടുപോകണം. അതുപോലെ പുറത്തുള്ള കാഴ്ചകളുമായിട്ട് അവരെ ബന്ധിപ്പിക്കണം. അതായത് ഫീൽഡ് ട്രിപ്പ്, ജൈവ വൈവിധ്യോദ്യാനം, അങ്ങനെ. ഇപ്പോൾ സയൻസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പുറം ലോകവുമായി ബന്ധിപ്പിച്ച് വേണം, ജീവിതജന്തിയായിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ക്ലാസ് റൂം അന്തരീക്ഷം വേണം സൃഷ്ടിക്കാൻ. അത് പഠന പ്രവർത്തനങ്ങളിലേക്ക് അങ്ങ് പോയി. എന്നാലും നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ നമ്മളുടെ ഇന്ററാക്റ്റീവ് ബോർഡുകളെ കുറിച്ചോ വിവരസാങ്കേതിക വിദ്യയോ ICT ഒന്നും ആരും പറഞ്ഞില്ല. അതെ, ICT സാധ്യത പറയായിരുന്നു. ക്ലാസ് റൂം അന്തരീക്ഷം പറയുമ്പോൾ പ്രവർത്തനങ്ങൾ അങ്ങ് പഠന പ്രവർത്തനങ്ങളിലേക്ക് അധികം ഇറങ്ങി ചെല്ലണ്ട. നമുക്ക് ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളൊക്കെ ഡിസ്കസ് ചെയ്ത കൂടുതലായി നമ്മൾ ക്ലാസ് റൂമിന്റെ അന്തരീക്ഷം എങ്ങനെ ഒരുക്കണം എന്നുള്ളതും അവിടുത്തെ പെരുമാറ്റം അല്ലെങ്കിൽ കുട്ടികളും അധ്യാപകയും തമ്മിലുള്ള പഠന രീതി എങ്ങനെയായിരിക്കും, കോമൺ ആയിട്ട് ഉള്ള കാര്യങ്ങൾ പറയുക. പഠന അന്തരീക്ഷം എങ്ങനെ ഒരുക്കും, ക്ലാസ് റൂം അന്തരീക്ഷം എങ്ങനെ ഒരുക്കും എന്നുള്ളത് കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അലങ്കാരങ്ങളെ കുറിച്ച്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കുട്ടികളുടെ താല്പര്യം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യും, എല്ലാം നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി സംസാരിക്കാം കേട്ടോ. ഓക്കെ, നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ ക്ലാസ് റൂം അല്ലെ, ക്ലാസ് റൂം എപ്പോഴും ആകർഷകമുള്ളതും ശുചിത്വമുള്ളതുമായിരിക്കണം. അപ്പൊ എൻ്റെ ഒരു ക്ലാസ് റൂം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, എൻ്റെ ക്ലാസ് റൂം കാണാൻ അടുക്കും ചിട്ടയുള്ളതുമായിരിക്കും, കേൾക്കാൻ ശാന്തമായതായിരിക്കും, അതുപോലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും സുരക്ഷിതത്വമുള്ളതായിരിക്കും. ക്ലാസ് റൂം, എൻ്റെ ക്ലാസ് റൂം കാണാൻ അടുക്കും ചിട്ടയുള്ളതും കേൾക്കാൻ ശാന്തമായതും അതുപോലെ തന്നെ അനുഭവം, എൻ്റെ ക്ലാസ് റൂമിലെ അനുഭവം സുരക്ഷിതത്വമുള്ളതുമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുത്തും. എൻ്റെ ക്ലാസ് റൂമിന് ഞാനൊരു പേരിടും. എൻ്റെ കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു പേര് ഞാൻ ആ ക്ലാസ് റൂമിന് തിരഞ്ഞെടുക്കും. എപ്പോഴും 1ാം ക്ലാസ് 2ാം ക്ലാസ് എന്നൊക്കെ പറയാതെ ഞാൻ ചെയ്തത്, എൻ്റെ ക്ലാസ്സിന്റെ പേര് യഥാർത്ഥത്തിൽ എൻ്റെ 1ാം ക്ലാസ്സിന്റെ പേര് ഗാലക്സി എന്നായിരുന്നു കേട്ടോ. അപ്പം ക്ലാസ്സിന്റെ പേര് ഗാലക്സി എന്നും എൻ്റെ കുട്ടികളെ ഞാൻ നക്ഷത്ര കുഞ്ഞുങ്ങൾ എന്നുമാണ് അഭിസംബോധന ചെയ്യാറ്. അപ്പം അങ്ങനെ കുട്ടികളെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യാൻ ഒരു പേര് അത് ഞാൻ കണ്ടെത്തും. അത് കുട്ടിയും അധ്യാപികയും തമ്മിലുള്ള ബോണ്ട് കുറച്ചുകൂടി ദൃഢമാക്കാൻ അത് സഹായിക്കും. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ. ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊന്നും അതിനകത്ത് വരുന്നതല്ല. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിനെ കുറിച്ചാണ് ചോദിച്ചത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതേക്കുറിച്ച് പറയാനായിട്ട്. എന്റെ ക്ലാസ് റൂം അന്തരീക്ഷം കുട്ടികൾക്ക് സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിലെ ഭൗതിക സാഹചര്യങ്ങൾ തീർച്ചയായും ഞാൻ ശ്രദ്ധിക്കും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുന്ന തരത്തിലും ഓക്സിജന്റെ അളവ് കൂടിയ തരത്തിലുമുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് തന്നെ ശ്രമിക്കും. അപ്പൊ അതിനായിട്ട് നല്ല വിശാലമായ ജനാലകൾ വേണം, വെളിച്ചം വേണം. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എൻ്റെ ക്ലാസ് റൂമുകളിൽ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തും. ഇപ്പൊ ക്ലാസ് റൂമിൽ എപ്പോഴും നമ്മളുടെ താപനിലയിൽ ഒരു ശ്രദ്ധ വേണം. നിലവില് നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയപ്പോൾ പല സ്കൂളുകളിലും AC ഒക്കെ വെച്ചു കേട്ടോ. അപ്പൊ ഈ തിമോത്തി ഡി വാക്കറിന്റെ ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ മാതൃക, ആ ഒരു സ്കൂൾ പഠനത്തിന്റെ ഫിൻലൻഡ് മാതൃകയല്ലേ, ആ ഒരു പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് കേട്ടോ, ആൻസർ ആയിട്ട് കരുതണ്ട.
അതിനകത്ത് പറയുന്നുണ്ട് അതിന്റെ താപനില എങ്ങനെയായിരിക്കണം. 28 ഡിഗ്രി ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. 28 ഡിഗ്രി സെൽഷ്യസിലാണ് കുട്ടികൾക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞത് അവർ ഗവേഷണം നടത്തി കണ്ടെത്തിയ ഒരു കാര്യമാണ്. അതായത് നല്ല ഓക്സിജൻ സഞ്ചാരം, വായു സഞ്ചാരമുള്ള ഓക്സിജന്റെ അളവ് കൂടിയ റൂമിൽ കുറച്ച് പിന്നെ ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് കുറച്ചധികം ആളുകളെ അവരിരുത്തി. അതേപോലെ തന്നെ ഭൗതിക സാഹചര്യമുള്ള എന്നാൽ വെളിച്ചവും ഓക്സിജന്റെ അളവും കുറച്ച് കുറവുമുള്ള ഒരു റൂമിൽ ഇതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരേ ഇന്റലിജൻസ് ഉള്ള ടീമുകളെ 2 റൂമുകളിലാക്കി ഇരുത്തിയപ്പോ ഈ ആദ്യം പറഞ്ഞ വെളിച്ചവും ഓക്സിജന്റെ അളവും കൂടുതലുള്ള റൂമിലിരുന്ന ആളുകള് കൂടുതൽ മികവോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്തതായി കാണപ്പെട്ടു. ഇതിന്റെയൊക്കെ ബേസിലാണ് അവർ ക്ലാസ് റൂമുകളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യവും ഒക്കെ പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയാൽ അത് ബുദ്ധിയുടെ പ്രവർത്തനങ്ങളെ, ചിന്താശേഷിയൊക്കെ ബാധിക്കുമെന്ന് നിങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കുക. ഇനി ക്ലാസ് റൂം അന്തരീക്ഷം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശാന്തമായ ക്ലാസ് റൂം ആയിരിക്കണം. അപ്പൊ ഈ ശാന്തത നിലനിർത്താൻ ഒരിക്കലും അച്ചടക്കം അടിച്ചേൽപ്പിക്കില്ല. കുട്ടികൾക്ക് സ്വയം ബോധ്യമാകുന്ന തരത്തിലായിരിക്കും അച്ചടക്കം പരിശീലിപ്പിക്കുക. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് സ്വതന്ത്രമായി ഇടപഴകാനുള്ള കുറച്ച് ഏരിയകൾ കൃത്യമായി ഞാൻ സജ്ജീകരിക്കും. അതായത് കുട്ടികൾക്ക് വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ടാവും. അവരുടെ ആ വ്യത്യസ്തമായ താല്പര്യങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിനനുസരിച്ച് താല്പര്യങ്ങളെ പരിപോഷിപ്പിക്കാനുള്ള ചെറിയ ചെറിയ ഏരിയകൾ, അതായത് വായനാമൂല, ഗണിതമൂല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സംഗീതമൂലയോ, കുട്ടികൾക്ക് അതിനോടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഓരോ കോർണറുകൾ എൻ്റെ ക്ലാസ്സിൽ ഉറപ്പായും സൃഷ്ടിച്ചിരിക്കും. അവയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് ചിട്ടപ്പെടുത്തും. കുട്ടികൾക്ക് താല്പര്യം തോന്നുന്ന സമയത്ത് കൃത്യമായ ഒരു സമയം, ഒരു ഇടവേള കണ്ടെത്തി ആ സമയത്ത് അവിടെ ഇടപഴകാനുള്ള ഒരു അവസരം ഞാൻ സൃഷ്ടിച്ചിരിക്കും. ജനാധിപത്യപരമായ ക്ലാസ് റൂം ആയിരിക്കും എൻ്റേത്. അവിടെ കുട്ടിക്ക് കുട്ടിയുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ക്ലാസ് റൂമിന്റെ ഇരിപ്പിടം സജ്ജീകരിക്കുന്നത് എല്ലാ കുട്ടിയെയും കാണത്തക്ക രീതിയിൽ വ്യത്യസ്തമായ രീതിയിലുമായിരിക്കും. ഓരോ ആഴ്ചയിലും ഈ ഇരിപ്പിടത്തിന്റെ സജ്ജീകരണങ്ങളൊക്കെ ഒന്ന് മാറ്റും. അവിടെ കുട്ടിയുടെ അഭിപ്രായങ്ങൾ കൂടി ഞാൻ പരിഗണിക്കും. ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികൾക്കും തുല്യത ഉറപ്പാക്കുന്ന തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങളായിരിക്കും മുന്നോട്ട് വയ്ക്കുക. ജനാധിപത്യപരമായ ക്ലാസ് റൂം ആയിരിക്കും അത്. അവിടെ നേതൃത്വ സ്ഥാനം സ്ഥിരമായ ഒരു കുട്ടിക്ക് കൊടുക്കാതെ എല്ലാ കുട്ടികൾക്കും നേതൃപരമായ ക്വാളിറ്റി എല്ലാ കുട്ടികളിലും ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും. ഓരോ കുട്ടിക്കും ക്ലാസ് ലീഡർ ആകാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കും. ക്ലാസ്സിൽ പിന്നെ നമുക്ക് ഓരോ പാർലമെന്റ് പോലെ ഓരോ മന്ത്രിമാരെ നിയമിക്കാനാകും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ ഉത്തരവാദിത്തങ്ങൾ കിട്ടും. അത്തരത്തില് ഞാൻ ഒരു കൃഷി വകുപ്പ് മന്ത്രി, അത് നമ്മളുടെ ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെട്ട ചെടികളൊക്കെ പരിപാലിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു മന്ത്രിയെ തിരഞ്ഞെടുക്കും. അതുപോലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന തരത്തില് ക്ലാസിന്റെ പഠന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കും. അതുപോലെ ശുചിത്വത്തിന് വേണ്ടിയിട്ട് ഒരു ആരോഗ്യമന്ത്രി. ഇത്തരത്തിൽ ഓരോ ചുമതലകളും ഓരോ കുട്ടിയെയും ഏൽപ്പിക്കത്തക്ക രീതിയിൽ ചുമതലകൾ വിഭജിച്ച് നൽകും. ഇത് കുട്ടികളില് വ്യക്തി ശുചിത്വം ഉണ്ടാക്കാനും അതുപോലെ ഉത്തരവാദിത്വ മനോഭാവം ഉണ്ടാക്കാനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും നേതൃത്വ പാഠവം കാണിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് കൊണ്ട് ഈ ഒരു പ്രവർത്തനം ഞാൻ ഇങ്ങനെ ആസൂത്രണം ചെയ്യും. ഇടയ്ക്കൊക്കെ കുട്ടി ടീച്ചർമാരുടെ ക്ലാസ്സുകൾ നടത്താനായിട്ടുള്ള അവസരം കൊടുക്കും. കുട്ടികൾക്ക് അന്നേ ദിവസം താല്പര്യമുള്ള വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കാനാകും. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ കൂടുതലായിട്ട് വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ICT പ്രയോജനപ്പെടുത്തിയായിരിക്കും ഈ ഇഷ്ടമുള്ള വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. കൂടുതലും വാചികമായി കുട്ടികളോട് സംസാരിച്ചു കൊണ്ടുള്ള ക്ലാസ് റൂം പ്രവർത്തനത്തെക്കാൾ ഉപരി പ്രവർത്തനാധിഷ്ഠിതമായ ക്ലാസ് റൂം പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യും. എപ്പോഴും പ്രവർത്തനാധിഷ്ഠിതമായ ഒരു ചലനാത്മകമായ, ആ വാക്കിനാണ് ഞാൻ ഇങ്ങനെ തപ്പിയത്, ചലനാത്മകമായ ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കാനായിരിക്കും ഞാൻ ശ്രമിക്കുക. എന്താണ് ഈ ചലനാത്മകം? കുട്ടി എപ്പോഴും എണീറ്റ് കിടക്കുകയാണോ? ആണോ? പറഞ്ഞേ. അതെ, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കണം. കുട്ടികൾക്ക് ഇങ്ങനെ മടി പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ പിന്നെ നിഷ്ക്രിയരായിരിക്കാനോ അവസരം കൊടുക്കാതെ അവര് തന്നെ ആസൂത്രണം ചെയ്ത് അവര് തന്നെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതി. ഏകദേശം ഒരുപാട് കാര്യങ്ങൾ വന്നെന്ന് കരുതുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനില കേട്ടോ. 28 ഓക്കെയാണ്. അപ്പൊ ഓക്കെ അല്ലേ?
അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും പറഞ്ഞൂടെ, ക്ലാസ് റൂം, എന്റെ ക്ലാസ് റൂം ശാന്തമായ ക്ലാസ് റൂം ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കാണാൻ അടുക്കും ചിട്ടയുള്ളതും കേൾക്കാൻ എങ്ങനെയാണ് ശാന്തമായതും അനുഭവം കൊണ്ട് എങ്ങനെയാണ് സുരക്ഷിതമായതുമായിരിക്കും. ഓർത്തു വെച്ചോണേ. ഇനി നിങ്ങളോടുള്ള മറ്റൊരു ചോദ്യം നിനി ടീച്ചർ പറയണം. ക്ലാസ് റൂമുകളിലെ പഠന പ്രവർത്തനങ്ങളുടെ പഠനോൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ പോർട്ട്ഫോളിയോയുടെ കാര്യമൊക്കെ പറയണേ. ക്ലാസ് റൂമുകളിൽ പോർട്ട്ഫോളിയോ കൃത്യമായി സൂക്ഷിക്കും കുട്ടിയുടെ. അതുപോലെ പ്രതിഭാ കോർണറുകളൊക്കെ ഉണ്ടാക്കും. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. പ്രതിഭാ കോർണർ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. പിന്നെ വരയ്ക്കാനായിട്ട് ഒരു കുഞ്ഞു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. UP തലത്തിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. ഭിത്തിയിലൊന്നും കുട്ടികൾ അങ്ങനെ കോറിയിടുമെന്ന് തോന്നുന്നില്ല. ചെയ്യാം. അപ്പൊ അത് ചെയ്യാതിരിക്കാം. അതിനൊക്കെയുള്ള സംവിധാനം നിങ്ങൾ പറയാം. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിക്ക് ഓരോ ഫയലാണ്. അത് നമ്മൾ രക്ഷിതാക്കളോട് പറഞ്ഞാൽ ഉറപ്പായും അവരതിന് തയ്യാറാകും കേട്ടോ. അങ്ങനെ ആ ഓരോ ഫയലിലും അവരുടെ ടെസ്റ്റ് പേപ്പറിന്റെ പേപ്പേഴ്സ്, അവര് എഴുതിയ കഥകള്, കവിതകള്, പഠന പ്രവർത്തനങ്ങള്, ഇതെല്ലാം നമുക്ക് സൂക്ഷിക്കാം. നോട്ട് ബുക്ക് പോർട്ട്ഫോളിയോയിൽ വരുമോ നീ ടീച്ചറെ? വരും. നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിരുന്നു. നോട്ട് ബുക്ക് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിൻ ടീച്ചറിനോടുള്ള ചോദ്യം എന്തായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നേ? എന്തുവായിരുന്നോ എന്തോ ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, ഓൺ ചെയ്യാൻ പറഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ക്ലാസ് റൂം അന്തരീക്ഷത്തെ കുറിച്ചാ കിട്ടി. പഠനോപകരണങ്ങൾ ഞാൻ ചോദിച്ചായിരുന്നു. പഠന പ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി ഇങ്ങനെ ക്ലാസ് റൂമുകളിൽ ചിലര് പ്രദർശിപ്പിക്കും, ചിലര് പ്രദർശിപ്പിക്കില്ല അല്ലെ? പഠന പ്രവർത്തനത്തിന്റെ കുട്ടികളൊക്കെ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും ടീച്ചർ ഉണ്ടാക്കിയ പഠന ഉപകരണങ്ങളും ഒക്കെ. അപ്പൊ ടീച്ചറിന് അതേക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായും കുട്ടികൾ ഉണ്ടാക്കിയ പഠന പ്രവർത്തനങ്ങളോടനുബന്ധിച്ചുള്ള ആർട്ടുകളും അതുപോലെയുള്ള സാമഗ്രികളും എല്ലാം പ്രദർശിപ്പിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. അതിനായി നമുക്ക് ക്ലാസ് റൂമിലെ ചുവരുകൾ ഉപയോഗിക്കാവുന്നതാണ്. ചുവരുകൾ ചാർട്ടിന്റെ രൂപത്തിലായാലും മറ്റ് ചലനാത്മകമായ ചെറിയ രീതിയിലുള്ള വസ്തുക്കളായാലും നമുക്ക് ചുവരുകളിൽ പ്രദർശിപ്പിക്കാവുന്നതാണ്. അതുപോലെ ക്ലാസ് റൂമിന്റെ സൈഡിൽ തന്നെ ഡെസ്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഇത് പ്രദർശിപ്പിക്കാനാകും. ആ സമയത്ത് പുറത്തുനിന്നൊരു പാരന്റോ അല്ലെങ്കിൽ പുറത്ത് ഒരു വ്യക്തിയോ വന്നാൽ തന്നെ നമ്മുടെ ക്ലാസ്സിലെ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും അതിന്റെ നിലവാരം മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ കുട്ടിക്ക് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മാപ്പോ അല്ലെങ്കിൽ കുട്ടികൾ വരച്ച അറ്റ്ലസ് പോലെയുള്ള ചുവർ ഭൂപടങ്ങളൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ സോഷ്യൽ സയൻസോ സാമൂഹ്യ പാഠമോ അല്ലെങ്കിൽ സയൻസോ പഠിക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പോയി നോക്കാനും ദൂരീകരിക്കാനും സാധിക്കും. തീർച്ചയായും അത് പ്രദർശിപ്പിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു അധ്യയന വർഷം മുഴുവൻ കുട്ടികൾ ചെയ്ത എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ അവിടെ പ്രദർശിപ്പിക്കണം അല്ലെ? ക്ലാസ് റൂമുകൾ കഴിയുന്നിടത്തോളം പ്രദർശിപ്പിക്കണം. അതായത് പഴയത് മാറ്റി പുതിയത് സ്ഥാപിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് ചുമരിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒരു അധ്യയന വർഷത്തിലെ മുഴുവൻ സാധനങ്ങളും എന്തായാലും പ്രദർശിപ്പിക്കാം. അപ്പൊ അത്തരത്തില് കുട്ടികൾ എന്തിലൂടെയൊക്കെ പോയി എന്ന് നമ്മൾ അവിടെ പ്രദർശിപ്പിക്കുന്നത് നന്നായിരിക്കും അല്ലെ? കുട്ടികൾക്കും അതൊരു പ്രചോദനം. അതിനൊരു നിശ്ചിത സമയപരിധി വെക്കണം കേട്ടോ. സ്ഥലം ഇല്ലാത്തോണ്ട് എടുത്തു മാറ്റുന്നു എന്നുള്ള രീതിയിലാണ് ടീച്ചർ പറഞ്ഞത്. പക്ഷേ നമ്മൾ പറയുമ്പോ എന്റെ അഭിപ്രായമാണ്, എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ പറയണം. ശരിയാണോ അല്ലയോ? എന്റെ അനുഭവം പറയാം. എന്റെ 1ാം ക്ലാസ്സിന്റെ ചുവരുകൾ വളരെ വൃത്തികേടായിരുന്നു. ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോ നമ്മള് പൊളിഞ്ഞ ചുവരും കുട്ടികൾ കുത്തി വരച്ചെന്ന് വെച്ചാൽ ചുമ്മാ അങ്ങ് വരച്ചിടുക. പഴയ കുട്ടികൾ കുറെയൊക്കെ റബ്ബറൊക്കെ വെച്ച് എറേസ് ചെയ്തു. പിന്നെ ഇത് മൊത്തത്തിൽ എറേസ് ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഡെയിലി വേജും കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പെയിന്റ് അടിക്കാനും ഒന്നും നമുക്ക് പറ്റത്തുമില്ല. അപ്പൊ ഞാൻ ചെയ്തത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചാർട്ടുകൾ ഉണ്ടാക്കി. കൂടുതലും ചിത്രീകരണങ്ങളാണ്. ഒരുപാട് ചിത്രങ്ങൾ, ചിലതൊക്കെ അവിടെ തന്നെ കുട്ടികളുടെ കൂടെ ഇരുന്ന് വരച്ചു. പിന്നെ പെയിന്റിങ്സ് ഒക്കെ ഉണ്ടാക്കി, അക്ഷരവൃക്ഷം ഉണ്ടാക്കി. അപ്പൊ അക്ഷരവൃക്ഷം എന്ന് പറഞ്ഞ പെയിന്റ് ചെയ്ത് കുഞ്ഞുങ്ങള് ഓരോ ലെറ്റേഴ്സ് എഴുതി അതിൽ പേസ്റ്റ് ചെയ്യും. ആ തരത്തില് ചെയ്തു. കുട്ടികളുടെ കുറെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ വെച്ച് ആ ക്ലാസ് റൂം മുഴുവനായി അലങ്കരിച്ചിരുന്നു. ഒരു ഭിത്തിയുടെ ഒന്നും തന്നെ കാണാനില്ലാത്ത തരത്തിൽ അലങ്കരിച്ചിരുന്നു. അത് അങ്ങനെ അലങ്കരിച്ചു. കുട്ടികളെ കൊണ്ട് ഇടയ്ക്കിടെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അതെല്ലാം കുട്ടികൾ വായിക്കാൻ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെ മുന്നിലുള്ള കുട്ടികളെ സഹായിക്കുമായിരുന്നു.
ഞാൻ ഇച്ചിരി അഹങ്കാരത്തോടു കൂടി തന്നെ പറയാം, എൻ്റെ എല്ലാ കുട്ടികൾക്കും നന്നായി വായിക്കാൻ അറിയായിരുന്നു. ഒന്നിലെ കുട്ടികൾ നല്ല രീതിയിൽ ടോപ്പിക്ക് കൊടുത്താൽ ആ ടോപ്പിക്കിനെ കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന പരുവത്തിലാക്കിയിട്ടാണ് 1ാം ക്ലാസ് അവസാനിപ്പിച്ചത്. പലരും അത് നടക്കുമെന്ന് ചിന്തിക്കും. അതുപോലെ റീഡിംഗ് കാർഡ് ഇതെല്ലാം ചെയ്തു. ഇതിനൊക്കെ ഈ പറയുന്ന രീതിയൊക്കെ കുറെയൊക്കെ സഹായിച്ചു. പക്ഷേ ഇപ്പോഴാണ് എങ്കിൽ ഞാൻ അത് ചെയ്യില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ അത്തരത്തില് സ്ഥിരമായ ഒരു സംവിധാനവും എൻ്റെ ക്ലാസ്സിൽ ഉണ്ടാക്കില്ല. അന്ന് എൻ്റെ അറിവ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതേ അന്തരീക്ഷത്തിലേക്ക് എപ്പോഴും വരുന്ന കുട്ടിക്ക് പുതുമ എവിടെ ഉണ്ടോ? ദിവസം ഒരേ ചിത്രങ്ങള്. അതാണ് ഞാൻ പറഞ്ഞ ടീച്ചർ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മാറ്റി പുതിയത് സ്ഥാപിക്കണം. അപ്പൊ ഈ പഴയത് ഞാൻ അതുകൊണ്ട് ഒന്നുകൂടി എടുത്ത് ഇങ്ങനെ ടീച്ചർ അത് പറയുമോ അതോ ഞാൻ പറയുന്നതിന്റെ ഫ്ലോയിൽ വരുമോ എന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പൊ അധ്യയന വർഷത്തിലെ മുഴുവനും നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോ ആണെന്നും പറഞ്ഞു. ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ ആദ്യം മാറ്റുന്ന കാര്യം പറഞ്ഞു. പുതിയത് സ്ഥാപിക്കാതെ നമ്മൾ ഉറപ്പിച്ചത് അങ്ങനെ തന്നെ പറയണം. അതിന്റെ റീസൺ പറഞ്ഞില്ല. റീസൺ പറയാൻ വേണ്ടിയിട്ടാണ് റീച്ച് ചെയ്യാൻ പറ്റുന്നത്, മാറ്റിയത്. പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ മാറ്റേണ്ടത്. കുട്ടികൾക്ക് ഇത് മടുപ്പുളവാക്കും. അപ്പൊ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും ഒരു അലങ്കാര വസ്തു വളരെ ഇഷ്ടപ്പെട്ട ഒരെണ്ണം വാങ്ങി, വാൾ ഡെക്കോറൊക്കെ ആണെങ്കിൽ പോലും പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ നോക്കും. അത് കഴിഞ്ഞ് നമുക്കത് കണ്ണിൽ പോലും പിടിക്കില്ല, നമ്മളങ്ങ് വിട്ടുകളയും അല്ലെ. അതാണ്, അതിനേക്കാൾ അറ്റൻഷൻ സ്പാൻ കുറവുള്ളവരാണ് കുട്ടികൾ. അപ്പൊ കൃത്യമായ ഒരു സമയത്തിലേക്ക് വേണമെങ്കിൽ ഒരു ചാപ്റ്ററിന്റെ വർക്ക് നമുക്ക് ആ ചാപ്റ്റർ തീരുന്നത് വരെ വേണമെങ്കിൽ വെക്കാം. കൂടുതൽ ഒരാഴ്ചക്കാലം വെച്ച് അതിന്റെ ആ പഠനോപകരണത്തിന്റെ ഉപയോഗം കഴിഞ്ഞാൽ അത് മാറ്റണം. മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊന്നും ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രയോഗിക്കാം. A4 സൈസിലാണ് ഈ പഠനോപകരണങ്ങൾ എങ്കിൽ ഇതൊക്കെ നമുക്ക് ഫയൽ ചെയ്ത് സൂക്ഷിക്കാം. ഓരോ ചാപ്റ്ററിന്റെയും പഠനോപകരണങ്ങൾ നമുക്ക് ഫയൽ ചെയ്ത് സൂക്ഷിക്കാം. അതുപോലെ തന്നെ അത് നമുക്ക് പ്രദർശിപ്പിക്കാനാവും. വെറുതെ എടുത്ത് വേസ്റ്റിലേക്ക് ഇടാതെ പ്രദർശിപ്പിക്കത്തക്ക രീതിയിൽ അധ്യയന വർഷം അവസാനം ക്ലാസ് റൂമിൽ എന്തൊക്കെ നടന്നു എന്നുള്ള ഒരു ശില്പശാല വെച്ച് നമുക്ക് ഇതെല്ലാം പ്രദർശിപ്പിക്കാം. പക്ഷെ ഒരു കൃത്യമായ ഇടവേളകളിൽ ഈ പഠനോപകരണങ്ങൾ എങ്ങനെ മാറ്റി സ്ഥാപിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. മിൻ ടീച്ചറേയും മൈക്ക് ഞാൻ മ്യൂട്ട് ചെയ്തോളാം. മൈക്ക് മ്യൂട്ട് ചെയ്തോ ടീച്ചറെ? മ്യൂട്ടാ ഞാൻ ചെയ്തു. അപ്പോ കൃത്യമായ ഇടവേളകളിൽ അത് മാറ്റി സ്ഥാപിക്കണം. അല്ലെങ്കിൽ നമ്മൾ റീസൺ എന്താ പറയാൻ പോകുന്നത്, കുട്ടികൾക്ക് അത് താല്പര്യം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയതിനോടുള്ള ആകർഷണമാണ് കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് പുത്തൻ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇനി സജ്ജത ടീച്ചറെ, സജ്ജത അല്ലേ? ഓ, ടീച്ചർ ട്രെയിനിലാന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, ടീച്ചറെ എനിക്ക് വേണമായിരുന്നു. ടീച്ചറാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. കേൾക്കാം, കുഴപ്പമില്ല. ടീച്ചറിന് സംസാരിക്കാൻ പറ്റുമോ? പാടാ ടീച്ചറെ, കുഴപ്പമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം, കുഴപ്പമില്ല ടീച്ചറെ. ഓക്കെ ടീച്ചറെ, ക്ലാസ്സിൽ ഇരുന്നോ? അപ്പൊ ഈ തിരുത്തലുകൾ അപ്പോഴപ്പോഴേ കേൾക്കാലോ എന്തായാലും. ഇനി രാജി ടീച്ചർ ഓൺ ചെയ്തോ? രാജി ടീച്ചറെ, റെജീന ടീച്ചർ. രാജീന്നാട്ട, റെജീന ഇട്ടേക്കുന്നത്. ഇങ്ങനെ ഒരാളുണ്ടോ? പിന്നെ അങ്ങനെയാണെങ്കിൽ ടീച്ചറിനോട് ക്ലിയർ ഉണ്ട്, കുഴപ്പമില്ല. ഒരിടത്ത് ഇരുന്നാ മതി. ചോദിക്കട്ടെ? ടീച്ചറിന്റെ സബ്ജക്ട് ഏതാ? മാത്സ് അല്ലേ? ഗണിതത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് ഒരു ഗണിതാധ്യാപിക എന്ന നിലയിൽ ടീച്ചർ മുന്നിലേക്ക് കൊണ്ടുവരിക? ടീച്ചറെ, നമ്മള്
ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികളെ കൂടെ തന്നെ അവരെ പരിഗണിക്കണം. അല്ലാത്ത സമയം നമ്മൾ കണ്ടെത്തിയിട്ട് വേണം അവരെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അവർ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം അറിയണം. അതായത് അവർക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് മാത്സിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് പ്രീ റിക്വസ്റ്റ് ചെക്ക് ചെയ്യണം. പറഞ്ഞ വേഗത്തിൽ പറയണേ, സമയമില്ല, വേഗം പറ. അവർക്ക് എണ്ണാനറിയോ അത് ആദ്യം ചെക്ക് ചെയ്യണം. പിന്നെ ബേസിക് ആയിട്ടുള്ള ഹരണം, ഗുണനം, മൾട്ടിപ്ലിക്കേഷന്, അഡീഷന് ഇത് അറിയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് അറിയാന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കുന്ന ടോപ്പിക് ഏതാണോ അതിലുള്ള ബേസിക് ആയിട്ടുള്ള നോളജിന്റെ കുറവായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കുക. അല്ല ബേസിക് എങ്ങനെ പരിഹരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രശ്നം എന്തെന്ന് എങ്ങനെ കണ്ടെത്തും എന്നല്ല ചോദിച്ചത്. ബേസിക് ആയിട്ട് അറിയാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ വേറെ സമയം കണ്ടെത്തി അവരെ പഠിപ്പിച്ചെടുക്കണം. ഹരണം, ഗുണനം അത് പഠിപ്പിച്ചെടുക്കണം. അതെങ്ങനെ ചെയ്യും എന്നാ ടീച്ചറെ ചോദിച്ചേ. അങ്ങനെ പഠിപ്പിച്ചിട്ട് പഠിക്കാത്ത കുട്ടിയല്ലേ ഇത്? എന്ത് ചെയ്യും? എങ്ങനെ പഠിപ്പിക്കും? അടിസ്ഥാന ക്രിയകൾ കുട്ടിയിൽ ഉറപ്പിക്കാനായിട്ട് എന്തൊക്കെ മാർഗം സ്വീകരിക്കും? അവരെ ജീവിതവുമായി ബന്ധപ്പെട്ട് വേണം പഠിപ്പിക്കാൻ. ഇപ്പം അഡീഷൻ പഠിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവര് ഉപയോഗിക്കുന്ന കടകൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനോ കൊടുക്കാനൊക്കെ അങ്ങനെ വേണം നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കാൻ. ഇത്ര സാധനം നിങ്ങൾ വാങ്ങുന്നു, അതിൽ ഇത്ര എണ്ണം നിങ്ങളുടെ കയ്യിലുണ്ട്, അതിന് എത്ര രൂപ കൊടുക്കണം, അങ്ങനെ ഓരോ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് അവരെ പഠിപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഉപകരണങ്ങളൊന്നും അറിയില്ലല്ലേ? ഗണിത കിറ്റിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലേ? സംഖ്യകൾ ഉറപ്പിക്കാൻ, സ്ഥാനം ഉറപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പേരെന്താ? ഒരു പഠനോപകരണം ഉണ്ടല്ലോ, സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ, ഒറ്റ, 10, 100 ഒക്കെ അഡിഷൻ പഠിപ്പിക്കാം. അബാക്കസ് തന്നെ. ഒറ്റയുടെ സ്ഥാനവും 10ന്റെ സ്ഥാനവും ഒക്കെ അബാക്കസിൽ പഠിപ്പിക്കാം. അതുപോലെ എണ്ണം പഠിപ്പിക്കാം. അബാക്കസ് പലതിനും ഉപയോഗിക്കാം, പല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. ഗണിതാധ്യാപികയ്ക്ക് അത് ഞാൻ പറഞ്ഞു തരണോ? പിന്നെ ICT സാധ്യത പ്രയോജനപ്പെടുത്തിക്കൂടെ? പ്രയോജനപ്പെടുത്താം. പിന്നെ നമുക്ക് ബോൾസുകൾ അങ്ങനെ ഉപയോഗിച്ച് പഠിപ്പിക്കാം. ബോൾസ്, മഞ്ചാടി. ഇനി എല്ലാ വസ്തുക്കളിലേക്കും പോകാതെ ഇനി അടുത്തത് പറയാം. ഒന്ന് എണ്ണൽ പഠിപ്പിക്കാം. എണ്ണൽ സംഖ്യ ഉപയോഗിക്കാൻ നമുക്ക് മൂർത്തമായ വസ്തുക്കൾ ഉപയോഗിക്കാം. അപ്പൊ ഗണിതത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടി ഉറപ്പായും ഈ ചതുഷ്ക്രിയകള് ഉറയ്ക്കാത്തത് കൊണ്ടായിരിക്കും കുട്ടിയിൽ ആ ഗണിതത്തിന് പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ ചില പാഠങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആശയധാരണയിൽ കുറവ്. അപ്പൊ അടിസ്ഥാന ശേഷിയിലാണ് കുട്ടി പിന്നിലേക്ക് നിൽക്കുന്നതെങ്കിൽ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കും. ഇങ്ങനെയല്ലേ പറയണ്ടേ? മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് അതിനു വേണ്ടിയുള്ള ഗണിതോപകരണങ്ങൾ, ഗണിത കിറ്റുകള്, ഉല്ലാസ ഗണിതം പോലെ, ഗണിത മധുരം പോലെയുള്ള കുറെ പദ്ധതികൾ നടന്നിരുന്നു. ഉല്ലാസ ഗണിതം ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഗണിത മധുരോ അങ്ങനെയും ഗണിത വിജയം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ UP ഏതാണെന്ന് ഒന്ന് അന്വേഷിച്ചോണം. അപ്പൊ അങ്ങനെയുള്ള അത് അധ്യാപകരുമായി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം. സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ ഒന്ന് ചോദിക്കുക. സ്കൂളുകളില് അപ്പൊ നിലവിൽ എന്തെങ്കിലും ഉണ്ടോ? UP മുമ്പ് എന്തൊക്കെയാ നടത്തിയത്? ഈ കഴിഞ്ഞ വർഷം മാത്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് UP. പക്ഷെ അവരടുത്ത് ചോദിച്ചപ്പോ അവരങ്ങനത്തെ ഇതൊന്നും ഉപയോഗിക്കില്ല എന്നാ പറഞ്ഞത്. ഹാൻഡ് ബുക്ക് ചോദിച്ചിട്ടില്ല. സ്കൂളിലൊരു ഹാൻഡ് ബുക്ക് ഇല്ല. സ്കൂളിലിപ്പോ എല്ലാ സ്കൂളുകളിലും ഇല്ല, പുസ്തകങ്ങൾ മാറിയില്ലേ? അപ്പൊ അത് സൈറ്റിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതേ ഉള്ളൂ. അല്ലാതെ പുസ്തകം മാറിയത് കൊണ്ട് ആ ഹാൻഡ് ബുക്കുകളൊന്നും എല്ലായിടത്തും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഗണിതത്തിൽ നമ്മൾ ഈ പറയുന്നു ചതുഷ്ക്രിയകൾ പഠിപ്പിക്കാനുള്ള ഗണിത ഉപകരണങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കാണ് കൂടുതലും അറിയാവുന്നത്. അതായത് ഫ്രാക്ഷൻ ഡിസ്ക് കേട്ടിട്ടുണ്ടോ? ഭിന്നശേഷി പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ടീച്ചറിനുള്ള അസൈൻമെന്റാ ഇന്ന്. ഞാൻ അസൈൻമെന്റ് തന്നേക്കോ. ഗണിത ഉപകരണങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി സെർച്ച് ചെയ്ത് അതേക്കുറിച്ച് നോട്ട് തയ്യാറാക്കിയും ഒരു വോയിസും ഗ്രൂപ്പിൽ ഇട്ടോ കേട്ടോ. ഫ്രാക്ഷൻ ഡിസ്ക് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ പിന്നെ എന്താണ് ഡിവിഷൻ പഠിപ്പിക്കാനൊക്കെ ആയിട്ടുള്ളതാണ്.
ടീച്ചർ അങ്ങനത്തെ ഉപകരണങ്ങൾ നമ്മള് പിന്നെ എങ്ങനെ നമ്മൾ പഠിച്ചാലും അവരടുത്ത് പറയുമ്പോ നമുക്കത് ഉപയോഗിക്കാൻ അറിയോന്ന് നമുക്കത് അതല്ലേ സെർച്ച് ചെയ്യാൻ പറയാം, അതിന്റെ ഉപയോഗവും പറയാം. അതൊക്കെ കാണുമ്പോ ഗണിതം എടുത്തു പഠിച്ച ഒരാൾക്ക് എന്തായാലും ഉറപ്പായും അത് മനസ്സിലാവുമല്ലോ. യൂട്യൂബിലൊക്കെ നോക്കിയാല് പിന്നെ കൃത്യമായിട്ട് ഓരോ ഉപകരണങ്ങളും അതിന്റെ ഉപയോഗങ്ങളും ചെയ്ത് കാണിക്കുന്നതൊക്കെ എന്തെല്ലാം സംവിധാനം നമുക്കിപ്പോ ഉണ്ട്. പ്രയോജനപ്പെടുത്തണം കേട്ടോ. ഇനി രഞ്ജിൻ ടീച്ചറെ ഓൺ ചെയ്തോ. രഞ്ജിൻ ടീച്ചറെ വേഗം. രഞ്ജിനി രഞ്ജിൻ ടീച്ചറിനോട് ആണ്. ഓക്കെ, ബാക്കി എല്ലാവരും രഞ്ജിൻ ടീച്ചറിനോട് ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എല്ലാവരോടും ഓരോ ചോദ്യം വീതം ആയില്ലേ? രഞ്ജിൻ ടീച്ചറിന്റെ സബ്ജക്ട് എന്തായിരുന്നു? കെമിസ്ട്രി ആണ്. ടീച്ചറെ പിന്നെ ഒരു ലഘു പരീക്ഷണം പറഞ്ഞോളൂ. UP കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ചെറിയ പരീക്ഷണം. എനിക്കും പോയി. നിർവീരീകരണം അല്ലേ? അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സില് ഒരു ബീക്കറില് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലാതെ ലേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരോട് ഗ്രൂപ്പായിട്ട് നേരത്തെ പറഞ്ഞു വെക്കാം. ഒരു ഗ്രൂപ്പ് അതൊക്കെ LP പിള്ളേർക്കൊക്കെ പറ്റുന്നില്ലയോ? UP കുറച്ചുകൂടി നല്ലത് വേണ്ടേ? പാഠഭാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ലീനം ലായകമൊക്കെയാണോ? കുറച്ചുകൂടി കാഠിന്യം കൂടിയത് ഇല്ലയോ? ഇവിടെ പിന്നെ സജാദ ടീച്ചർ ഇങ്ങനെ ഇടുകയാണ്, ആസിഡോ ആൽക്കലി ഇല്ലയോ? കെമിസ്ട്രി ലിറ്റ്മസ് പേപ്പർ ഒക്കെ ഉണ്ടായിക്കൂടെ? രഞ്ജൻ ടീച്ചറെ കേൾക്കുന്നോ? അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും വിഷയാടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെ ഒരു പരീക്ഷണം, ലഘു പരീക്ഷണം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കും. പിന്നെ നിങ്ങളുടെ വിഷയം എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. പിന്നെ എല്ലാ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് മാത്സിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിഷയത്തിലെ പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടിയെ എങ്ങനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നോക്കണം. SS ഒക്കെ ഉള്ളവരും ഭൂപടം എങ്ങനെ പരിചയപ്പെടുത്തും എന്നുള്ളത് നോക്കണം. പ്രാദേശിക ചരിത്രം നോക്കണം, അതിന്റെ പ്രാധാന്യമൊക്കെ നോക്കണം. നിങ്ങൾ കോമൺ ആയിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ പേരിന്റെ പ്രത്യേകത നോക്കണം, നിങ്ങളുടെ പ്രദേശത്തിന്റെ പ്രത്യേകത നോക്കണം കേട്ടോ. കോമൺ ആയിട്ടെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും ഓരോരുത്തരും ചെയ്യേണ്ടത്. പേരിന്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ അത്, പിന്നെ പ്രദേശത്തിന്റെ പേരിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത്. എന്റെ സ്ഥലം ചെമ്പകരാമനല്ലൂർ എന്നാണ് എന്റെ സ്ഥലത്തിന്റെ പേര്. അപ്പൊ എന്നോട് ചോദിച്ചത് ചെമ്പകരാമൻ പിള്ളയെ കുറിച്ച് അറിയാമോ, അദ്ദേഹവുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധം നമ്മുടെ സ്ഥലത്തിനില്ല, അന്വേഷിച്ചിരുന്നു. പക്ഷെ ഞങ്ങളുടെ സ്ഥലത്തിന്റെ ചരിത്രം ഒന്നും എങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഇന്റർവ്യൂവിന് അത്തരത്തിലൊക്കെ പറയാൻ പറ്റിയുള്ളൂ. അടുത്ത നമ്മള് പിന്നീട് അന്വേഷിക്കുമ്പോ എന്താണ്, നമ്മളുടെ വേണാട് ഭരണകാലത്ത് കണക്കൊക്കെ നോക്കിയിരുന്ന ആളുകളെ ഈ ഒരു സ്ഥാനപ്പേരൊക്കെ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഇവിടെയെങ്ങാനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനൊന്നും തെളിവുകളില്ല, പക്ഷെ പറയാൻ വേണ്ടി എനിക്ക് കാരണങ്ങളുണ്ട് അല്ലെ. ചെമ്പകരാമൻ പിള്ളയെ കുറിച്ച് ഇപ്പൊ ഞാൻ അറിയണം, കാരണം ഈ സ്ഥലത്തിന്റെ പേരുമായിട്ട് അതിന് കണക്ഷൻ ഉള്ളതുകൊണ്ട്, ആ പേരിൽ അത് ഉള്ളതുകൊണ്ട്. അതുപോലെ നിങ്ങളുടെ സ്ഥലം പറയുമ്പോൾ ഏതെങ്കിലും പ്രശസ്ത വ്യക്തിയുടെ പേരുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, പേരിന്റെ വാലറ്റം ഒക്കെ ഇതാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കണം. ആ പ്രദേശത്തെ പ്രസക്തരായ ആളുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം.
അതുപോലെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോളേജിലെ പഠിച്ചിറങ്ങിയ കോളേജിലെ നിലവിലത്തെ പ്രിൻസിപ്പൽ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരിടത്ത് കണ്ടിരുന്നു വായി തോന്നുന്ന പേരൊക്കെ പറയാൻ, അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത്. അങ്ങനെ ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് പറഞ്ഞു പോയ ഒരു കുട്ടിക്ക് പറ്റിയ അനുഭവം കോട്ടയം ആയതുകൊണ്ടല്ലേ ഒരു ക്രിസ്ത്യൻ പേര് പറഞ്ഞത് എന്ന് ചോദിച്ചു. അവർക്ക് ചിലപ്പോ ഈ ചോദിക്കുന്ന ആൾക്ക് അതെ, ഇനി അയാള് തന്നെ ആകാം, നമുക്കതൊന്നും അറിയില്ല. മനസ്സിലായോ? അയാൾക്ക് അറിയുന്ന ആളാകാം ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പല്. മനസ്സിലാവുന്നുണ്ടോ വിദ്യ ടീച്ചറെ? ആരെങ്കിലും ഒന്ന് കേൾക്കുന്നു അല്ലെ? അപ്പോൾ നമ്മൾ ഒരിക്കലും അറിയാത്ത കാര്യം പറയരുത്. ഇപ്പൊ നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ ഇപ്പൊ ആരാണ് എന്ന് നമുക്ക് അറിഞ്ഞില്ല എന്ന് കരുതി വേറെ പ്രശ്നമൊന്നുമില്ല. എങ്കിലും നിങ്ങൾ ഇപ്പൊ ഒന്ന് നോക്കി വെച്ചേക്കുക. നിങ്ങളോട് ഈ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞും കേട്ടും ഒക്കെ വെച്ചിരിക്കുക. ഇനി അറിയാത്ത കാര്യം എത്ര നിസ്സാരമായ കാര്യമാകട്ടെ അറിയില്ല എന്ന് പറയുക. ഇനി ഏറ്റവും നിസ്സാരമായ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതും പറയാം. സാറേ സാർ ക്ഷമിക്കണം, എനിക്കതിലൊരു അവ്യക്തതയുണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാലും സാരമില്ല ടീച്ചറെ പറഞ്ഞോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ സംശയം അപ്പൊ ഇവിടെ പറഞ്ഞൂടെ? പറയാമോ നിൻ ടീച്ചറെ? ഞാൻ ഈ പറഞ്ഞ രീതി കുഴപ്പമില്ലല്ലോ? നിൻ ടീച്ചറിനൊക്കെ എന്നെക്കാൾ കുറച്ചുകൂടി പക്വതയുള്ളവരാണ്. അപ്പം ടീച്ചറിന്റെ അഭിപ്രായം പറയാം, അങ്ങനെ പറയാം. അതെ, ഇവിടെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അത് മനസ്സിൽ ഉറപ്പിച്ചോണം. നമ്മൾ അത് തെറ്റ് വിളിച്ചു പറയുന്നു, കോൺഫിഡന്റ് ആയിട്ട് ഒരു തെറ്റിനെ ന്യായീകരിക്കുന്നു, തെറ്റ് വിളിച്ചു പറയുന്നു, അത് തന്നെയാണെന്ന് വാദിക്കുന്നു, ഇതൊക്കെയാണ് നോക്കുന്നത്. നമ്മൾ അവിടെ പരിഭ്രമിക്കുന്നു, അയ്യോ എന്ന് പറയുന്നു. ഇങ്ങനെ ഒന്നും ഇരിക്കരുത്. കൈകളൊക്കെ ഇങ്ങനെ ആക്കി ഇരിക്കുന്ന ശീലം അറിയാതെ ടെൻഷൻ വരുമ്പോ വരും. അതൊന്നും ചെയ്യരുത്. കൈ എപ്പോഴും ഇങ്ങനെ മേശപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ മടിയിൽ കൈ ഇങ്ങനെ നേരെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുക. ഇങ്ങനെ വെക്കാം, പക്ഷെ വേറൊന്നും ചെയ്യരുത്. കൈ കെട്ടിയിരിക്കരുത്. ഇതെല്ലാം നമ്മളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഇനി സംസാരിക്കുമ്പോൾ എന്നെ പോലെ കൈയൊക്കെ ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്നവരുണ്ട്. അത് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയുന്നേ? ആവാം. ഡാൻസ് കളിക്കരുത്, പക്ഷേ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ കൈയെടുത്താണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ശൈലിയാണ് അതെങ്കിൽ ഉറപ്പായും ഉപയോഗിക്കാം. എല്ലാ അധ്യാപകരും അങ്ങനെയാണ്, അങ്ങനെ പറയണം. നമ്മൾ ഈ ഉയർച്ച താഴ്ചയൊക്കെ അനുസരിച്ച് നമ്മുടെ കൈകൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത് നമ്മൾ അത്രയും കോൺഫിഡന്റ് ആവുമ്പോൾ, നമ്മൾ പറയുന്ന കാര്യത്തെ കുറിച്ച് ധാരണ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ആക്ഷൻസ് ആണ്. അതാകാം. അല്ലാതെ അത് വരാത്തവരിങ്ങനെ വരുത്താനായിട്ടൊന്നും ശ്രമിക്കരുത്. ഓക്കെ അല്ലേ? ഇതെല്ലാം ശ്രദ്ധിച്ചോണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് വേണം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ഗ്രൂപ്പിനകത്തേക്ക് ഇടുക കേട്ടോ. ഓക്കെ, ഇന്ന് ഇത്രയും മതി. നല്ല തലവേദനയായിരുന്നു, അതിന്റെ ഇടയിലാണ് വന്നത്. എനിക്ക് അന്ന് നിങ്ങൾക്ക് ക്ലാസ് തരാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പേരൊക്കെ ആയപ്പോ എല്ലാവർക്കും ഒരു അവസരം കിട്ടിയില്ലേ? ഓക്കെ, പറഞ്ഞോ. സരിത ടീച്ചറെ മ്യൂട്ടാ. ഒരു കാര്യം, ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ടീച്ചറാണ് സബ്ജക്ട്. അവർക്ക് ഈ ഗണിതം പോലെ അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റും? ടെക്സ്റ്റ് വായിക്കുമ്പോൾ ടീച്ചർ ടെക്സ്റ്റില് പുതിയ ഹാൻഡ് ബുക്കിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കുറെ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അധിക വായനയ്ക്കുള്ളത്. അതുപോലെ അധിക വായനയ്ക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ICT സാധ്യതയ്ക്കുള്ളതൊക്കെ ഓരോ ഐക്കൺ വെച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കണം, ഓരോ ഐക്കൺ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. പാഠപുസ്തകത്തിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഹലോ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നത്. കേട്ടിട്ടില്ലേ ഹലോ ഇംഗ്ലീഷ്? ഹലോ ഇംഗ്ലീഷിന്റെ ഡിജിറ്റലൈസ്ഡ് ആക്കിയിട്ടുള്ള പ്രവർത്തനമാണ് ഹലോ വേൾഡ് കേട്ടോ. ഹലോ ഇംഗ്ലീഷ് നമ്മൾ റീഡിംഗ് കാർഡുകൾ ഉണ്ടായിരുന്നു, ഹലോ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നീട് കോവിഡ് ടൈമും ഒക്കെ ആയപ്പോൾ അതിനെ ഹലോ വേൾഡ് ആക്കി. ഹലോ വേൾഡ് ആക്കിയപ്പോൾ അതിനകത്ത് കുറെ ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി കൊടുത്തു. വീഡിയോസ് ഒക്കെ കൊടുത്തിട്ട് അതേക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ടീച്ചേഴ്സ് ഗ്രൂപ്പിലിടും. കുട്ടികൾ അതിന്റെ വീഡിയോ ആയിട്ട് ചിലപ്പോൾ ഇനാക്ട് ചെയ്യാനായിരിക്കും, അഭിനയിച്ച് കാണിക്കാനായിരിക്കും. അഭിനയിച്ച് വീഡിയോസ് ഇടണം, ചിലപ്പോൾ റെസിറ്റ് ചെയ്ത് വീഡിയോസ് ഇടണം. അങ്ങനെ ഓരോന്നും കുട്ടികൾ ആ പ്രവർത്തനങ്ങള് വീഡിയോസ് എടുത്ത് ചെയ്യണം. സാരമില്ല, വീഡിയോസ് അവരുടെ ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണമായിരുന്നു.
പിന്നെ ഇംഗ്ലീഷിൽ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഇംഗ്ലീഷ് ക്ലബ്ബ് രൂപീകരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ധാരണയുള്ള കുട്ടികളുടെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് രൂപീകരിച്ച് ആ കുട്ടികളെ കൊണ്ട് ഇംഗ്ലീഷിൽ പിന്നോക്കാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുപ്പിക്കാം കേട്ടോ. പിയർ ഗ്രൂപ്പിലുള്ള ആളുകൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് അത് മനസ്സിലാകും. അപ്പൊ അധ്യാപകർക്ക് എപ്പോഴും നമുക്ക് പീരീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടില്ല. പക്ഷെ ഈ കുട്ടികൾക്ക് ഇന്റർവെൽ സമയത്തും അല്ലാതെയും എക്സ്ട്രാ പീരീഡിന്റെ ടൈമിലും ഒക്കെ അല്ലാതെ ഫ്രീ ടൈമിലും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കാനാകും. പിന്നെ നമുക്ക് ഈ പറയുന്ന ഇപ്പൊ തിയേറ്ററുകൾ മിക്ക സ്കൂളുകളിലും തിയേറ്റർ സംവിധാനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സിനിമകൾ നമുക്ക് സ്കൂളുകളിൽ ഇട്ടു കൊടുക്കാം. അങ്ങനെയും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ ഇനി ആലോചിച്ച് എടുത്താൽ മതി എന്തൊക്കെ കൊടുക്കാം. പസിൽസ് റിഡിൽസും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ റീഡിംഗ് കാർഡുകൾ, അതാത് പ്രായത്തിന് അനുയോജ്യമായ റീഡിംഗ് കാർഡുകൾ ഹലോ ഇംഗ്ലീഷിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ BRC തലത്തിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ആ റീഡിംഗ് കാർഡുകൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. വാർത്തകൾ കേൾപ്പിക്കാം, ന്യൂസ് വായിപ്പിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. ശരി, ഓക്കെ, ക്ലാസ് നിർത്താണേ. ബൈ. ഓക്കെ ടീച്ചർ, താങ്ക് യു. ശരി.